കാരണം അവർ ഇപ്പം നമുക്ക് അങ്ങനെ അത്തരത്തിലൊരു ശരികേട് കണ്ടത് അവരൊരു ക്ഷേത്ര ഭജനത്തിൻ്റെ കൂടെ ഒരു ക്രൈസ്തവ ഭക്തിഗാനം ആരംഭിക്കുന്നത് കണ്ടു. ആനത്തലയോളം വെണ്ണ തരാമട നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. കൃഷ്ണനോട് പറഞ്ഞു ആനത്തലയോളം മന്തി തരാമട എന്ന് എവിടെയാരും പ്രാർത്ഥിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ കുറെ കണ്ടത് എന്താ? കൃഷ്ണന്റെ ഫോട്ടോ, അതും മനസ്സിൽ ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ. അതൊക്കെ അമ്മമാരുടെ മനസ്സിൽ അത്രയും വാത്സല്യമാണ് ആ കുട്ടി. ആ ഫോട്ടോ വെച്ചിട്ട് വലിയ ഇലയിൽ കുന്നോളം മന്തി വിളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ കോഴി അങ്ങനെ നിർത്തി പൊരിച്ച് ഒരു കുട്ടിയാണ് ഇതിൻ്റെ പിന്നിലിരുത്തിയിരിക്കുന്നത്. ഒരു കുട്ടി കൃഷ്ണൻ ഇതിൻ്റെ പിന്നിലിരുത്തിയിട്ട് അതത്ര നിഷ്കളങ്കമാണെന്ന് പറയാൻ പറ്റും. നമ്മൾ ഏത് പുസ്തകത്തെയും നമ്മൾ നിന്ദ്യം നീചം എന്ന് പറയണ്ട. പുസ്തകം ശ്രേഷ്ഠമായതുകൊണ്ടോ പുസ്തകം നിന്ദ്യമായതുകൊണ്ടോ കാര്യമില്ല. നാരായണ ഗുരുദേവൻ സ്തോത്രങ്ങളും സൂക്തങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ദശകങ്ങളുണ്ട്, അഷ്ടകങ്ങളുണ്ട് അല്ലെ പറഞ്ഞു. പക്ഷെ ഒരു യേശു അഷ്ടകല്യ, ഒരല്ലാ ദശകല്യ. ഈ 90% ഹിന്ദുക്കൾ മാംസ ബുക്കുകളാണ് കേരളത്തിൽ. അവരൊക്കെ കണി വെക്കുന്നത് ഈ മാംസം വെച്ചിട്ടാണോ കണി വെക്കുന്നത്? അല്ലല്ലോ. 90%-ലധികം ഒരു പക്ഷെ മദ്യപാനികളുണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ. എന്ന് വെച്ച് കള്ളും കുപ്പിയാണോ കൊണ്ടുപോയിട്ട് കണി വെക്കണത്? ഗുരുവായൂർ എന്ത് ത്യാഗം സഹിച്ചാ തൊഴാൻ പോണത്? മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണ് ഗുരുവായൂർ തൊഴുന്നത്. ഗുരുവായൂർ തൊഴാൻ പോണത് മന്തികൃഷ്ണനെ കാണാൻ. അപ്പോൾ ഹിന്ദുമതത്തിന്റെ മഹിമ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളാരും കുട്ടിക്കാലത്ത് ഇതൊന്നും കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും പറ്റുന്ന തരക്കട എന്ന് പറഞ്ഞാൽ ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റുന്നു. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റുന്നു. M.R. രാജേഷ്, ആചാര്യ M.R. രാജേഷ് വേദപഠനം നടത്തുന്ന ആൾ ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേര് അല്ല. ഏകദൈവ വിശ്വാസികൾ ശരിക്കും ഹിന്ദുക്കളാണ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. എന്താ കാരണം എന്നറിയാം? റംസാൻ ആശംസയിൽ ഇല്ലാത്ത മന്തി. നമ്മളൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. റംസാൻ സമയത്ത് നോമ്പിന്റെ കാലത്തെ ഈ മന്തിക്കാരൊരു പരസ്യം, വരൂ ഒരു മന്തി ഉച്ചയ്ക്ക് കഴിക്കാം. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി സംശയിക്കാനില്ല, അത് ഇസ്ലാമിക ഭീകരതയാണ്. അതിനുവേണ്ടി പലരും ഒരുമിക്കേണ്ടി വരും, കൈകോർത്ത് പിടിക്കേണ്ടി വരും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ കൈകോർക്കലിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ള അതിഥി ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിരിക്കുന്ന ശ്രീമതി KP ശശികല ടീച്ചറാണ്. നമസ്കാരം. നമസ്തേ. ടീച്ചർ ഏകദേശം 17 വർഷമായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഇപ്പം മുഖ്യ രക്ഷാധികാരിയായിട്ടിരിക്കുന്നു. എങ്ങനെയാണ് ടീച്ചറിൻ്റെ ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ഹിന്ദു സമാജത്തിൻ്റെ നിലനിൽപ്പും അതുപോലെ തന്നെ ക്രൈസിസും ഒക്കെ നോക്കിക്കാണുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ചെറിയ ഭയമൊക്കെയുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് അത് നിരാശയിലേക്കോ അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൊറോണക്കാലത്തെ ഒരു മുദ്രാവാക്യമുണ്ട്, ഭയം വേണ്ട ജാഗ്രത മതി. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ അവസ്ഥയും അതാണ്. ഭയമില്ല, പക്ഷേ ചില കാര്യങ്ങളിൽ സമാജം ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ അപകടങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ജനസംഖ്യയുടെ കുറവ് പുറകോട്ട് വരുന്നതുണ്ട്. എൻ്റെ ഭയം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇവിടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പുറകെ ഇവിടുത്തെ രാഷ്ട്രീയം നീങ്ങുമ്പോൾ അവഗണിക്കപ്പെടുന്നൊരു സമൂഹമായിട്ട് ഹൈന്ദവ സമൂഹം മാറുന്നുണ്ട്. അപ്പം ഇത്തരം ചില രംഗങ്ങളിൽ ഒരു ശ്രദ്ധ എടുത്താൽ ഹിന്ദു സമൂഹത്തിന് നിലനിൽപ്പുണ്ട്. അതല്ല എങ്കിൽ കാശ്മീരിലേക്ക് മാതിരി ഒരു പക്ഷേ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളിലേക്ക് പോയേക്കാം. ടീച്ചർ ഇപ്പോൾ നമ്മുടെ നന്ദഗോവിന്ദം ഭജനുമായിട്ട് ബന്ധപ്പെട്ടൊരു മുന്നോട്ടൊരു ആർഗ്യുമെൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്തേ അങ്ങനെ പറയാനായിട്ടുള്ള പ്രധാന കാരണം? അല്ല, നന്ദഗോവിന്ദം ഭജൻസിനോട് നമുക്ക് കലഹമൊന്നുമില്ല. എനിക്ക് 3 ആൺകുട്ടികളാണ്. എൻ്റെ ആൺകുട്ടികൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്താൽ ഞാനത് ചൂണ്ടിക്കാട്ടും. എന്നാൽ അമ്മ എന്ന നിലയിൽ എൻ്റെ കടമയാണ് ചൂണ്ടിക്കാട്ടുക എന്നത്. അത് അവരെ തളർത്താനോ തകർത്താനൊന്നുമല്ല, അവർ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവർ ഇപ്പം നമുക്ക് അങ്ങനെ അത്തരത്തിലൊരു ശരികേട് കണ്ടത് അവരൊരു ക്ഷേത്ര ഭജനത്തിൻ്റെ കൂടെ ഒരു ക്രൈസ്തവ ഭക്തിഗാനം ആരംഭിക്കുന്നത് കണ്ടു. എനിക്ക് ക്രൈസ്തവ ഭക്തിഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ നാട്ടിൽ സിനിമാ തിയേറ്റർ, അലക്സ് തിയേറ്റർ ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ളതാണ്. ഇപ്പം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്തീയ ഭക്തിഗാനം വെക്കും അവിടെ. എനിക്ക് അതിൻ്റെ വേർഡിങ്സ് ഒന്നും ഒന്ന് അത്ര ഓർമ്മയില്ല, കാരണം പക്ഷെ എനിക്ക് എൻ്റെ ട്യൂണ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നിവരാ ഒരു പാട്ടാണ് വയ്ക്കുക. എനിക്കൊരു പക്ഷേ സിനിമയേക്കാൾ ഞാൻ കാത്തിരുന്ന ആ പാട്ടിൻ്റെ ട്യൂൺ എനിക്കിഷ്ടം. പക്ഷെ അതെൻ്റെ അമ്പലത്തിൽ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പനയും മാപ്പിളപ്പാട്ടൊക്കെ വളരെ ആസ്വദിക്കുന്ന ആളാണ്. ഞാനൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് പഠിച്ചതും പഠിപ്പിക്കണതും ഒക്കെ. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ ചോദിച്ചു മേടിക്കുക അത്തരം സ്റ്റേജുകളുടെ ഡ്യൂട്ടി, കാരണം എനിക്കിഷ്ടമാണ് ഒപ്പനയും മാപ്പിളപ്പാട്ടൊക്കെ. അതെൻ്റെ അമ്പലത്തിൽ കാണണമെന്ന് എനിക്കില്ല. കുറിക്കിന്നത് കുറിക്കല്യാണത്തിന് ഇന്നത് എന്നുണ്ട്.
അത് രണ്ടിലും കുറിയുണ്ട് പറഞ്ഞിട്ട് രണ്ടും ഒന്നല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് പറയുന്നത്. അങ്ങനെ ഒരു കാലത്ത് ക്ഷേത്രങ്ങളിലെ അന്ന് ഹൈന്ദവ സമൂഹം സംഘടിതമല്ല, ക്ഷേത്രങ്ങളും ഇത്രതല്ല. ആ കാലത്ത് അമ്പലപ്പറമ്പിൽ മേശ വലിച്ചിട്ടിട്ട് ഉപദേശികൾ വന്നിട്ട് പാപികളെന്ന് വിളിച്ച് സുവിശേഷം പറഞ്ഞിരുന്ന കാലമുണ്ട് അമ്പലപ്പറമ്പിൽ. സംഘികളെ അല്ല പാപികളെന്ന് വിളിച്ചത്, ഹൈന്ദവ സമൂഹത്തെയാണ് പാപികളെന്ന് വിളിച്ചത്. നരകം വിധിച്ചതും സംഘികൾക്കല്ല, ഹിന്ദുക്കൾക്കാണ്. അതുപോലെ തന്നെ ഭഗവാൻ കാലുമാറുന്നു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ ഭക്തൻ്റെ പോക്കറ്റിലെ കാശുകൊണ്ട് അമ്പലപ്പറമ്പിൽ കളിച്ചിരുന്ന കാലമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന നവോത്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയത്. ക്ഷേത്രകലകളും ഭജനകളും ഒക്കെ ആയിട്ട് ക്ഷേത്ര നടകൾ ഒരു ഹൈന്ദവമായ ഇതിലേക്ക് തിരിച്ചു പോയത് ദീർഘകാലത്തെ പ്രയത്നമുണ്ട്. അതിൽ പലതരത്തിൽ നമ്മൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ബോധവൽക്കരണം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ക്രിസ്തീയ ഭക്തിഗാനത്തോടൊരു എതിർപ്പില്ല. ക്രിസ്തീയ ഭക്തിഗാനം പള്ളിയിൽ പാടണം, അല്ല അതൊരു ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു, അമ്പലത്തിൻ്റെ അല്ല ഒരു ക്ലബിൻ്റെയോ സ്കൂളിൻ്റെയോ, തീർച്ചയായും അവിടെ മാപ്പിളപ്പാട്ട് പാടണം, ക്രിസ്തീയ ഗാനം പാടണം, അതൊക്കെ ചേർന്നതാണ് നമ്മൾ. പക്ഷേ അമ്പലത്തിനകത്ത് അത് ഭൂഷണമല്ല. അത്തരത്തിൽ ചെറിയ കടന്നുകയറ്റങ്ങൾ നാളെ ഈ പറഞ്ഞ പോലെ പഴയ പാപികളെ എന്നുള്ള വിളിയിലേക്ക് ചിലപ്പോൾ തിരിച്ചെത്തും. അപ്പം അതുകൊണ്ട് നന്ദഗോവിന്ദൻ നമ്മൾ ഏറെ ആസ്വദിക്കണം. അതിലേക്ക് ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെ കിട്ടുന്നു എന്ന് എല്ലാവരും പറയുന്നു. തുടരണം. അപ്പോൾ അതിലൊരു കല്ലുകടിയായിട്ട് ഇത് മാറരുത് എന്നുള്ളത് കൊണ്ട് എൻ്റെ സ്വന്തം കുട്ടികളെ ഞാൻ ചെരികട് ചൂണ്ടിക്കാണിക്കുന്ന പോലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളൊക്കെ തീർച്ചയായും അവരെ അനുഗ്രഹിക്കാനും അവരോടൊപ്പം ഞങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥത്തിൽ അങ്ങനെ ഒരു ഭജന വേണ്ട എന്നൊന്നുമല്ല. അവർ മുൻപത്തേക്കാൾ ശക്തമായിട്ട് മുന്നോട്ട് വരണം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ, പകരം നമുക്ക് അവരുടെ പാട്ട് അത്തരത്തിൽ കേൾക്കണമെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് വേദി കൊടുക്കുക, എല്ലാതരം പാട്ടും അവർ പാടട്ടെ, അതിനെ പിന്തുണയ്ക്കും. ഓക്കെ, ടീച്ചറിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ജനവിഭാഗം? അതിനിപ്പോൾ എൻ്റെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഹിന്ദു കോഡ് ബില്ലുണ്ട്. ഹിന്ദു പല തലമുണ്ട്. ഇപ്പോൾ സാംസ്കാരികമായി നോക്കിയാൽ ഒരു പക്ഷേ ഭാരതത്തിൻ്റെ സംസ്കാരം പിൻപറ്റുന്നവനൊക്കെ ഹിന്ദുവാണ്, സാംസ്കാരികമായിട്ട് നോക്കിയാൽ. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഈ പറഞ്ഞ പോലെ ഇൻഡസ് റിവറിൻ്റെ മറുഭാഗത്ത് താമസിക്കുന്നവരെല്ലാം അങ്ങനെയാണല്ലോ പേര് നമുക്ക് തുടക്കം പലരും പറയുന്നത്. അവരെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയാം. പക്ഷെ നിയമപരമായൊരു ഹിന്ദുവുണ്ട്. ഹിന്ദു ഐക്യവേദി അഡ്രസ്സ് ചെയ്യുന്ന അത്തരം ഹിന്ദുവിനെയാണ്. സാംസ്കാരികമായോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായോ ഉള്ള ഹിന്ദു എന്നതിനേക്കാൾ കൂടുതൽ നിയമപരമായ ഒരു ഹിന്ദു ഉണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഹിന്ദു കോഡ് ബില്ലുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു ഗതികേട് കൊണ്ട് ഏകീകൃത സിവിൽ കോഡില്ല. എന്നാൽ ഹിന്ദുവിന് സ്വന്തമായിട്ടൊരു കോഡ് ബില്ലുണ്ട്. അവൻ്റെ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം തുടങ്ങിയ കാര്യങ്ങൾ 1952 മുതൽ 1956 വരെ നടന്ന വിവിധ നിയമപരിഷ്കരണങ്ങളിലൂടെ ഹിന്ദുവിൻ്റെ സിവിൽ നിയമങ്ങൾ ആക്കാൻ. ആ നിയമം അനുസരിക്കേണ്ടവനൊക്കെ ഹിന്ദുവാണ്. അതിൽ ആദിവാസി മുതൽ അമ്പലവാസി വരെ എല്ലാവരും ഉണ്ട്. കാട്ടിൽ ജീവിക്കുന്ന ആദിവാസിയാണെങ്കിലും സമുദ്രതീരത്ത് ജീവിക്കുന്ന അരയനാണെങ്കിലും അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസിയാണെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ പാടും. വിവാഹമോചനത്തിന് കോടതിയിലൂടെ വിവാഹമോചനം നേടാൻ പറ്റുള്ളൂ. സ്വത്ത് ഒരേപോലെയാണ് വീതിക്കേണ്ടത്. അപ്പോൾ ആ നിയമം അനുസരിക്കുന്നവനെല്ലാം ഞങ്ങൾ കാണുന്ന തലത്തിൽ ഹിന്ദുവാണ്. ടീച്ചറെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചോദ്യം. RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു, ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഹിന്ദുക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സാംസ്കാരികമായ ഹിന്ദുവുണ്ട്, ഭൂമിശാസ്ത്രപരമായ ഹിന്ദുവുണ്ട്, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുവുണ്ട്. മോഹൻജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. സാംസ്കാരികമായ ഹിന്ദു ഇതിലെല്ലാം പെട്ടു. കാരണം ഇവരെ ആരും അവിടുന്ന് ഇങ്ങോട്ട് ജനസംഖ്യ ഇങ്ങോട്ട് വന്നവരല്ല. അവരുടെ മതം മാത്രമേ അവിടുന്ന് വന്നിട്ടുള്ളൂ. ആളുകൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്. അപ്പൊ അവർക്ക് പൊതു പൈതൃകം, അവരുടെയും കൂടി പൊതു പൈതൃകമാണ് ഭാരതത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അവർ ഹിന്ദുവാണ്. പക്ഷേ ഈ ഹിന്ദു കോഡ് ബില്ലിൽ അവർ വരില്ല. അല്ല, പക്ഷെ അവരത് സാംസ്കാരികപരമായി എടുക്കുന്നില്ലല്ലോ. അല്ല, അവരെടുത്തോളണം എന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ നാട്ടിന്റെ പൈതൃകത്തിലാണ് അവരെന്ന് അറിയാമല്ലോ. അവരൊരു പക്ഷെ അത് മറച്ചു വെക്കാൻ നിർബന്ധിതരാവുകയാണ്. ഒരു 4 തലമുറ പിന്നിലേക്ക് നോക്കിയാൽ എന്താണ് അവരുടെ പൈതൃകം, എന്താണ് അവരുടെ സംസ്കാരം? ആരും റോമിൽ നിന്ന് വന്നവരല്ലല്ലോ. ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു സോണിയാഗാന്ധിയൊക്കെ കാണുള്ളൂ ഇവിടെ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്നവരല്ലേ. അതായത് ഇവിടെ പൗരത്വം അവർ അപേക്ഷിച്ച് പൗരത്വം നേടിയതല്ല, ജന്മാർജിത പൗരത്വമാണ് ഇവരുള്ളവരുടെ. ഹിന്ദു മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇവിടെ ഈ നാട്ടിൽ ജനിച്ചതിൻ്റെ പേരിൽ കിട്ടിയ പൗരത്വമാണ് അവർക്ക്, അല്ലാതെ അപേക്ഷിച്ച് കിട്ടിയ പൗരത്വമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഈ പൊതു പൈതൃകത്തിൻ്റെ അർത്ഥത്തിൽ അവരെല്ലാം ഹിന്ദുക്കളാണ്. ഹിന്ദു ഐക്യവേദി കൈകാര്യം ചെയ്യുന്നത് നിയമപരമായി ഹിന്ദു എന്ന് പറയുന്ന വിഷയം അവരെ ഏകോപിപ്പിക്കാനും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനും ഉള്ള തലത്തിലാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തിക്കുന്നത്. മോഹൻജി പറഞ്ഞ ഹിന്ദു സാംസ്കാരികമായ തലത്തിലുള്ള ഹിന്ദുവാണ്. പക്ഷെ അതൊരു ഇരട്ടത്താപ്പായിട്ട് വരുന്നില്ല. ഇല്ല, ഒരു ഇരട്ടത്താപ്പല്ലത്. അതെങ്ങനെയാണ് ഇരട്ടത്താപ്പാവണത്? ഈ പൈതൃകം ഉള്ളവരെയൊക്കെ നമുക്ക് നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റുമോ?
ഈ പൈതൃകം പേരുന്നവരെല്ലാം പക്ഷെ അവർക്ക് ഹിന്ദു കോഡ് ബില്ലിൽ വരില്ല. പക്ഷെ ഇവരുടെ പൈതൃകം അതാണ്, അത് അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് ദൃശ്യല്ലേ. അല്ല, അതെങ്ങനെയാണ് ടീച്ചറെ, ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പൈതൃകപരമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അവർ ഈ നാട്ടുകാരായതുകൊണ്ട്, ഇവിടെ ജനിച്ചവരായതുകൊണ്ട്. അല്ല, അവരുടെ 4 തലമുറ മുന്നേ ഹിമാലയം അവർക്ക് ആരാധ്യമായിരുന്നില്ലേ? ഗംഗ അവർക്ക് പുണ്യനദിയായിരുന്നു. ഇപ്പോഴത്തെ കാര്യം ടീച്ചർ, ഇപ്പോഴത്തെ പൈതൃകമാണ് നമ്മൾ പറയണത്. പൈതൃകത്തിന്റെ കാര്യമാണ്. എല്ലാ മക്കളും പൈതൃകം അനുസരിച്ച് ജീവിച്ചോണമെന്നില്ല. തറവാട്ട് മഹിമ വിറ്റ് തിന്നണ ധാരാളം മക്കളുണ്ട്. പക്ഷെ അവരുടെ തറവാട് തന്നെയാണ്. നല്ല തറവാട്ടിൽ ജനിച്ച് ആ തറവാട് മഹിമയ്ക്ക് അനുസരിച്ചല്ലാതെ ജീവിക്കുന്ന ധാരാളം മക്കളുണ്ട്. പക്ഷെ അവരെ തറവാട്ടുകാരല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ അർത്ഥത്തില് ഒരു 4 തലമുറ അല്ലെങ്കിൽ പിന്നിലേക്ക് എടുത്താൽ ഹിമാലയത്തെ ആരാധിച്ചിരുന്ന, ഗംഗയെ ആരാധിച്ചിരുന്ന, പ്രകൃതിയെ ആരാധിച്ചിരുന്ന, ബഹുദൈവ ആരാധന നടത്തിയിരുന്ന, മതസഹിഷ്ണുത കാണിച്ചിരുന്ന ഒരു വിഭാഗമാണ് അവര്. അതിൽ നിന്ന് ചില ചിന്താഗതികൾ അവരിലേക്ക് ഇൻജക്ട് ചെയ്ത് കയറ്റപ്പെട്ടു. അതുകൊണ്ട് അവരുടെ ഒരു പക്ഷേ ജീവിത അല്ലെങ്കിൽ ആശയങ്ങൾ വേറെ ആയിരിക്കും. പക്ഷെ സാംസ്കാരികമായി അവരെല്ലാം ഹിന്ദുവാണ്, നിയമപരമായി അവർ ഹിന്ദുവല്ല. അത് പൂർവിക ചരിത്രപ്രകാരം അവരെല്ലാം ഹിന്ദു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. കാര്യം ഇതിങ്ങനെ പറയുമ്പോൾ ആകെപ്പാടെ ക്ലാഷ്. കാരണം അത് പല തലമുണ്ട്, നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ പല തലത്തിലുള്ള ഹിന്ദു ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹിന്ദുവിൻ്റെ ആചാര്യന്മാരെ എടുക്കുന്ന സമയത്ത് ഈ ആചാര്യന്മാരൊക്കെ തന്നെ പണ്ട് മുതൽ തുടങ്ങി ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ യേശു ക്രിസ്തുവിനെ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ കൂടിയിട്ട് ഒളിച്ചു കടത്തുന്ന രീതിയിൽ കാണുന്നുണ്ട്. അത് വിവേകാനന്ദ മുതൽ ഇന്ന് കേരളത്തിൽ കാണുന്ന ചിദാനന്ദപുരി വരെ കാണുന്നുണ്ട്. വ്യക്തമില്ല. ഞാൻ പറയാം. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഹൃദയരക്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് കഴുകിയേനെ. ഒന്ന്. രണ്ടാമത്തത്, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, യേശു പരമേശ്വര പവിത്രപുത്രനോ. ഇപ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള രീതിയിലേക്ക് വെച്ചിരിക്കുകയാണ്. വളരെ അടുത്ത കാലത്ത് ആക്ച്വലി പുസ്തകത്തിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. ഇപ്പോൾ അത് SNDP മാറ്റി അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മാർക്ക് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കവിത അറിയാലോ, പരമേശ്വര പവിത്രപുത്രൻ എന്ന് പറഞ്ഞ് നിർത്താൻ അറിയാമല്ലോ അദ്ദേഹത്തിന്. ഇച്ചിരി വേറെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ മതപരിവർത്തനം നടത്തുന്നത് യേശു പരമേശ്വര പവിത്രപുത്രൻ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണഗുരുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ വൻ തോതിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഇനി ചിദാനന്ദപുരി പറഞ്ഞിരിക്കുകയാണ്, യേശു ഇന്ത്യയിൽ വന്നു, ഇവിടെ നിന്ന് ഹഠയോഗ പഠിച്ചു, ഇനി യേശു വേദാന്തിയാണെന്ന്. ഈ ബൈബിൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമോ യേശു വേദാന്തിയാണെന്ന്? ബൈബിളും യേശുവുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? യേശു എഴുതിയതോ യേശുവിൻ്റെ കാലത്ത് എഴുതിയതോ അല്ല ബൈബിള്. യേശു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പിന്നീട് യേശു ശിഷ്യന്മാർ പറഞ്ഞ അതിനൊക്കെ ശേഷം ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്തെടുത്തൊരു സംഗതിയാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ യേശു നേരിട്ട് പറഞ്ഞ യേശുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ യേശുവും ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഈ പറഞ്ഞതിൽ കാരണം യേശു പറഞ്ഞ പല തത്വങ്ങളിലും ഒരു ഭാരതീയത ദൃശ്യമാണ്, അത് സത്യമാണ്. പക്ഷേ അതിൽ ഭാരതീയമല്ലാത്ത ചില കാര്യങ്ങളും പെട്ടിട്ടുണ്ട്. ഭാരതീയമല്ലാത്ത, അതാണ് ഈ പറഞ്ഞത് ഞാൻ മാത്രം ശരി, അത് ഭാരതത്തിൻ്റെ ഭാഷയല്ല. ഞാൻ മാത്രം ശരി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരി എന്നുള്ളത് ഭാരതത്തിന്റെ ഭാഷയല്ല. യേശു പറയുന്നത് എന്ത് ഭാരതീയതയാണുള്ളത്? അതായത് ഞാനല്ലാതെ മറ്റൊരു ആളെ അത് ഭാരതീയത ഇല്ല. അത് യേശു പറഞ്ഞതാണോ യേശുവിന് ശേഷം വന്നതാണോ നമുക്ക് അതാ പറഞ്ഞത്. ബൈബിളിലുള്ള കാര്യമാണ് പറഞ്ഞത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരോ എഡിറ്റ് ചെയ്ത് വേണ്ടത് കുറെ എടുത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂടി എടുത്ത് അത് നമുക്കൊന്ന് നോക്കിയാൽ അറിയാം. ഒരു മോരും മുതിരിയും ചേർത്ത ഒരു പ്രകൃതം അതിനകത്തുണ്ട്. കാരണം അങ്ങനെ ഒരു എഡിറ്റ് ചെയ്തൊരു സംഗതിയാണത്. അത് ക്രിസ്തു മതം ഒരു ഓർഗനൈസ്ഡ് രൂപം പോലും AD 4-ാം നൂറ്റാണ്ട് രൂപം അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടില്ല. യേശു ക്രിസ്ത്യാനി ആയിരുന്നില്ലല്ലോ. അത് തന്നെ യേശു ജൂതനായിരുന്നു. ഇനി ജൂതന്മാരുടെ പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിന്ദ്യവും നീചവുമായിരിക്കും ഒരു പുസ്തകം കാണാൻ. ഞാൻ ഏത് പുസ്തകത്തെയും നമ്മൾ നിന്ദ്യം നീചം എന്ന് പറയണ്ട. പുസ്തകം ശ്രേഷ്ഠമായതുകൊണ്ടോ പുസ്തകം നിന്ദ്യമായതുകൊണ്ടോ കാര്യമില്ല. ഇപ്പം ഇപ്പോൾ സ്കൂളിലെ കുട്ടികളെല്ലാം ഒരേ പാഠപുസ്തകം പഠിക്കുന്നത്, പക്ഷെ കുട്ടികളെല്ലാം ഒരേ സ്വഭാവത്തിലല്ല പുറത്തു വരുന്നത്. അത് പുസ്തകത്തിൻ്റെ കുഴപ്പമല്ല. സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് തല്ലിക്കൊന്നു, 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ തല്ലിക്കൊന്നു. ഇതൊന്നും ഒരു പാഠപുസ്തകത്തിലും പറയുന്നില്ല. സ്കൂൾ പാഠ്യപദ്ധതിയുടെ തകരാറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം പഴയ നിയമത്തിൽ എന്ത് പറയട്ടെ, പുതിയ നിയമത്തിൽ എന്ത് പറയട്ടെ, ഖുറാനിൽ എന്ത് പറയട്ടെ, വേദത്തിൽ എന്ത് പറയട്ടെ, ഇതിൽ നിന്നൊക്കെ മാറി ജീവിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് മതങ്ങൾ നോക്കേണ്ടത്. ആ പറഞ്ഞ കാലഘട്ടത്തിലെ മൂല്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നല്ല മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ധൈര്യപൂർവ്വം. പഴയ നിയമത്തിൽ ഒരു നല്ല മൂല്യം പോലും ഇല്ല. ഞാൻ പറഞ്ഞ അതിന്റെ കാരണം കാലാനുസൃതമായി ഇതൊക്കെ ഉൾക്കൊള്ളാൻ അവർക്ക് ഒരു കൂട്ടർ ആരാധ്യം എന്ന് പറയുന്നത് നിന്യവും നീചവും എന്ന് പറയുന്നത് അത് അത്ര ശരിയാണ് എന്ന് എനിക്ക് മറ്റുള്ളവന്റെ വിശ്വാസത്തെ. ഇപ്പം എനിക്ക് എന്റേതായിട്ടുള്ള ഗോത്രാചരണങ്ങളുണ്ട്, മറ്റുള്ളവൻ്റെത് ഞാൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ദേ ഹാവ് ദെയർ ഓൺ അതെ സ്റ്റഫ്. പക്ഷെ അത്
നിന്ദ്യമാണ്, നീചമാണ്, എൻ്റെ ദൈവത്തെ മാത്രം പൂജിക്കണം, എൻ്റെ ദൈവം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ടാണ് അതെ, ജനാധിപത്യപരമായി തെറ്റായിട്ടുള്ളത്. അത് അതാണ് പറഞ്ഞത്. അത് ഒരിക്കലും ഭാരതീയമായ ചിന്താഗതിയല്ല. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഖുറാനിലും പറയുന്നത്. എൻ്റെ മാത്രം ശരി എന്നുള്ളത് ഒരിക്കലും ഭാരതീയമായ ചിന്താഗതിയല്ല. ഇനി ഞാൻ പറയട്ടെ, ആ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാലാനുസൃതമായ ചിന്തകൾ മാറ്റാൻ ആ സമൂഹം തയ്യാറായിരുന്നെങ്കിൽ ഒരാളും ആ ഗ്രന്ഥത്തെ കുറ്റപ്പെടുത്തില്ലേ? ഇവരൊക്കെ മനുസ്മൃതി എന്ന് പറഞ്ഞ ഹൈന്ദവ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നു. 100% ഹിന്ദുക്കൾ 1% പോലും മനുസ്മൃതി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അതിൽ ഒരു സംഗതി നിയമമാക്കി മാറ്റണം എന്ന് നമ്മൾ പറയുന്നില്ല. ഏത് ഭരണഘടനാ പരിഷ്കാരം വരുമ്പോഴും മനുസ്മൃതിയിൽ ഇങ്ങനെയാ പറഞ്ഞെന്ന് നമ്മളത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നല്ലൊരുപാട് കാര്യങ്ങളുണ്ട്, അതിന്റെ മൂല്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഇപ്പം എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വിഹരിക്കുക, നല്ല കാര്യമാണ്. നമ്മൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ അതെടുക്കാം നമുക്ക്. പക്ഷേ ഈ മനുസ്മൃതി അനുസരിച്ചല്ല ഇന്ത്യൻ ഭരണഘടന വരേണ്ടതുമല്ല. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ 16,008 കല്യാണം കഴിച്ചു എന്ന് ഒരു പക്ഷേ പുരാണത്തിൽ അർത്ഥം അറിയാതെ നമ്മൾ പറയും എന്ന് പറഞ്ഞ് അത് എവിടെയാണ് അപകടമാവുക? 16,008 ഉണ്ടോ ഇല്ല, അതിൻ്റെ തത്വം വരെയാണ്. പക്ഷേ ഒരു ഹിന്ദു ഇവിടെ ഭരണഘടനാ പരിഷ്കരണം വരുമ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് 16,008 കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ആ ഗ്രന്ഥത്തെ കുറ്റം പറയുക. അപ്പോഴാണ് നമ്മൾ ആ വിശ്വാസത്തെ, ഇവർക്കൊക്കെ അവിടെയാണ് പിഴച്ചത്. ഇവർക്ക് പിഴച്ചത് ഞങ്ങൾക്ക് കാനോൺ നിയമം അനുസരിച്ച് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഖുറാൻ അനുസരിച്ച് ഞങ്ങളുടെ സിവിൽ നിയമം ഇങ്ങനെയായിരിക്കണം. ക്രിമിനൽ നിയമം ചോദിക്കുന്നില്ല കേട്ടോ, അതെന്തോ നല്ല കാലം. സിവിൽ നിയമം ഇങ്ങനെ എന്ന് പറയുന്നിടത്താണ് നമുക്ക് ആ ഗ്രന്ഥങ്ങളെ മോശമായോ അല്ലെങ്കിൽ അതിൽ എന്താണുള്ളത് എന്ന് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള അവരുടെ വാശി കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ വേദത്തിൽ എന്തുണ്ട്, ഉപനിഷത്തിൽ എന്തുണ്ട്, അത് ഹിന്ദുവിൻ്റെ മാത്രം കാര്യമാണ്. അത് മറ്റൊരാൾക്ക് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട. കാരണം അതൊരിക്കലും ഇന്നത്തെ ആധുനിക നിയമങ്ങളുമായി കൂട്ടിക്കെട്ടാൻ പറയുന്നില്ല നമ്മൾ. എത്രയും ഇവരോടൊക്കെ ആവശ്യപ്പെടുന്നുള്ളൂ, അവരുടെ ഗ്രന്ഥത്തിൽ എന്തോ പറഞ്ഞോട്ടെ. പക്ഷെ അത് ഇന്ന് പ്രാവർത്തികം. അവിടെ സുവിശേഷം പറയാൻ പറഞ്ഞിട്ടുണ്ടാകാം എല്ലാവരെയും ക്രിസ്ത്യൻ, പക്ഷെ അത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന് അത് യോജിച്ചതാണോ? ഇന്ന് പണം ഒഴുക്കിയിട്ടും പ്രേരണ കൊടുത്തിട്ടും മതം മാറ്റാൻ നടക്കുക എന്ന് പറഞ്ഞാൽ അത് കാലത്തെ അവർ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ? അതാണ് ടീച്ചറെ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു യേശുവിനെ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഗോത്രവിശ്വാസികൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ എടുക്കുക, ചീത്ത വിടുക. എന്ത് നല്ലതാണ് കുഴിക്കാൻ എന്നെപ്പോഴും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അയൽക്കാരൻ? അതായത് സ്വന്തം ക്രിസ്ത്യാനി അയൽക്കാരനല്ല, ക്രിസ്ത്യാനിയായ എന്റെ അയൽക്കാരനെ. അപ്പൊ നമുക്ക് ആരെയും ഇവിടെ ഭാരതത്തിന്റെ പാരമ്പര്യം എന്താ പറയുക, ചാർവാകന്മാർ വരെ മഹർഷിയ, ദൈവം ഇല്ല എന്ന് പറഞ്ഞ ചാർവാകന്മാരെ വരെ മഹർഷിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരിലൊക്കെ എന്തെങ്കിലും നന്മയുണ്ടാവും. ഇനി നന്മയില്ലേ അവിടെ തൊടാതെ അവിടെ നിർത്തുക. ഒരു കൂട്ടർ ആരാധിക്കുന്നവരെ നമുക്ക് അപമാനിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ എതിർക്കുന്നത് എവിടെയാണ്? അവരാ കാര്യവും പറഞ്ഞു പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും കേമം, ക്രിസ്തുമതത്തിന് മാത്രമേ സ്വർഗത്തിൽ പോവൂ, അല്ലെങ്കിൽ മുസ്ലിം മാത്രമേ സ്വർഗത്തിൽ പോവൂ എന്ന് പറഞ്ഞിട്ട് പ്രേരിപ്പിച്ചോ പ്രീണിപ്പിച്ചോ പീഡിപ്പിച്ചോ പ്രേമിച്ചോ ഒക്കെ പായാണ്. മതം മാറ്റാൻ നടക്കുമ്പോൾ അതിനെ തീർച്ചയായും എതിർത്തിരിക്കും. അതല്ലാതെ അവരെ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞാലും ഞാൻ ആ ഗ്രന്ഥത്തെ വിമർശിക്കില്ല. കാരണം അത് എൻ്റെ വിഷയമല്ല, അത് അവരുടെ സ്വകാര്യതയാണ്, അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവർ നോക്കുക, ശരിയാക്കുക, തിരുത്തുക, എന്താ ചെയ്തോട്ടെ. അടുത്ത വീട്ടിലെ അടുക്കളയിൽ എന്താ വെക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് അല്ല, അതാണ് അടുത്ത വീട്ടിലെ അടുക്കളയിലുള്ളത് നമ്മൾ തിന്നണമെന്ന് ഇവിടുത്തെ സന്യാസിമാരും ആചാര്യന്മാരും പറയണം. അതെന്തുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന്റെ സഹിഷ്ണുത കൊണ്ട് മറ്റൊരാചാര്യനെ നിന്ദിച്ച് പറയാതിരിക്കലാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പരമേശ്വര പുത്രനോ എന്ന് ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിച്ചതൊഴിച്ചാൽ അദ്ദേഹം നിരവധി സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. നാരായണ ഗുരുദേവൻ സ്തോത്രങ്ങളും സൂക്തങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ദശകങ്ങളുണ്ട്, അഷ്ടകങ്ങളുണ്ട് അല്ലെ, പക്ഷെ ഒരു യേശു അഷ്ടകല്യ, ഒരല്ലാ ദശകല്യ. നമ്മളൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന തലത്തിനപ്പുറം അദ്ദേഹം ഗണപതിയെ സ്തുതിച്ചു, ദേവിയെ സ്തുതിച്ചു, എല്ലാം സ്തുതിച്ചു. പക്ഷേ യേശുവിനെ സ്തുതിച്ചത് എഴുതിയിട്ടില്ല, അള്ളാഹയെ സ്തുതിച്ചത് എഴുതിയിട്ടില്ല. ധാരാളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി. അത് കണ്ണാടി മുതൽക്ക് അങ്ങോട്ടെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അല്ലേ. വെറും കല്ലെടുത്ത് ശിവനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ ഒരു കുരിശ് പ്രതിഷ്ഠിച്ചിട്ടില്ല. അതൊക്കെ ശരി തന്നെ. ഇപ്പോഴത്തെ വേദാന്തികൾ ഈ യേശുവിനെ എന്തിനു കൂട്ടുപിടിക്കുന്നതാണ് ചോദിക്കുന്നത്. ബൈബിളിൽ എന്ത് വേദാന്തം? യേശുവിനെ കൂട്ടൊന്നും പിടിക്കുന്നില്ല. യേശു വേദാന്തിയാണെന്ന് ഈ ചിദാനന്ദപുരി പറഞ്ഞിട്ടില്ലേ? യേശു വേദാന്തി. കാരണം അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഈ യേശുവിന്റെ ശിഷ്യന്മാര് പരത്തുന്ന ചർച്ച് മതത്തെ അല്ല പറയുന്നത്. ഇവര് പരത്തുന്നത് ഇപ്പൊ ചർച്ച് മതമാണ്, ക്രിസ്തുമതം അല്ല. ശരിക്കും പറഞ്ഞാൽ ചർച്ച് മതമാണ്. അത് സഭകൾക്ക് മേൽക്കൈ കിട്ടാനും സഭകൾക്ക് ആളെ ഉണ്ടാക്കാനും സഭകൾക്ക് രാഷ്ട്രീയ അധികാരം കൈയാളാനും വേണ്ടി അവർ ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റി അല്ല, ചർച്ച്യാനിറ്റിയാണ് നമ്മൾ എതിർക്കുന്നത്.
യേശു ക്രിസ്തു എന്ന് പറഞ്ഞ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര് നല്ല കാര്യം പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത്തരം ചില തത്വങ്ങൾ എടുത്തിട്ട് യേശുവിൻ്റെ ചില തത്വങ്ങൾ എടുത്തുകൊണ്ടാണ് വേദത്തിൽ പറയുന്ന കാര്യങ്ങളോട് സാമ്യമുണ്ട് എന്ന്. അതൊരിക്കലും ചർച്ചയാനിറ്റിക്ക് വേദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഒരിക്കലും സിദ്ധാന്തപുരി സ്വാമിയെ പോലുള്ളവർ പറയൂല. ചർച്ചയാനിറ്റി വേറെയാണ്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ഇത്തരത്തിലുള്ള സ്വാമിമാർ പറഞ്ഞിട്ടുണ്ട് യേശു വേദാന്തിയാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിന്റെ രക്തം കൊണ്ടിട്ട് യേശുവിന്റെ കാല് കഴുകും. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ല ഡിഫെൻഡ് അത് ഞാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ അയൽപ്പക്കത്തെ സ്ത്രീയെ എനിക്ക് എൻ്റെ അമ്മയെ പോലെയെന്ന് പറയാം അല്ലേ. എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ് അയൽപ്പക്കത്തെ സ്ത്രീ. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മയെ ചവിട്ടി കളഞ്ഞിട്ട് ഞാൻ ആ അമ്മയുടെ അടുത്ത് പോയി നിൽക്കും? ഇല്ലല്ലോ. അതൊരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് അല്ലെ. എൻ്റെ അമ്മയെ പോലെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ പോലെ അത് സ്നേഹത്തിൻ്റെ ഭാഷ. അതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ചവിട്ടിക്കളഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകണമെന്നല്ല. അത് ഇവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിവേകാനന്ദ സ്വാമി മതമഹാസമ്മേളനമൊക്കെ നമ്മുടെ ധർമ്മത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിയിലെ ചളി മൊത്തം വാരിയിട്ട് എറിഞ്ഞാൽ പോലും നമ്മളോട് ചെയ്തതിന് പകരമാകില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പുട്ടിന്റെ പീരി ഇടുന്നത് പോലെ എന്തിനാണ് ഈ ക്രിസ്ത്യാനിറ്റിയെ കുത്തിക്കേറ്റതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഈ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ചില നാട്ടുമര്യാദകളുണ്ട്. അവരെ പോലെ അല്ല നമ്മൾ. അവർക്ക് ആ മര്യാദ ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറയാം ടീച്ചറെ, ഇവിടുത്തെ അവർക്ക് മര്യാദ ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മര്യാദ ഉണ്ടാകണം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. 1952 മുതൽ 56 വരെയായിട്ടുള്ള ഹിന്ദു കോഡ് ബില്ല് പ്രകാരം ഹിന്ദുക്കളായി പോയ ആൾക്കാരാണ് ഞങ്ങൾ. അതിന്റെ പ്രകാരം ഇത്തരത്തിലുള്ള സന്യാസിമാർ ആചാര്യന്മാരെന്ന് പറഞ്ഞ വിഴുപ്പ് ഭാണ്ഡങ്ങൾ ഇങ്ങനെ തന്നെ പറയുകയാണ്. മര്യാദഘട്ട ഭാഷയാണെങ്കിലും ഞാൻ പറയുക തന്നെയാണ്, ഇത്തരത്തിലുള്ള വിഴുപ്പ് ഭാണ്ഡങ്ങളെ ചുമക്കേണ്ടി വന്നതിന്റെ പേരിൽ ഐ ലെഫ്റ്റ് ഹിന്ദുയിസം. ഞാൻ ഹിന്ദു ആണെന്ന് പറയാൻ മടിക്കുന്നുണ്ട്. അവരൊക്കെ ചെയ്ത സേവനങ്ങൾ എന്ത് സേവനമാണ് ആചാര്യന്മാർ ഞാൻ പറഞ്ഞ യേശുവിനെ പറ്റിയല്ല. കാരണം ഒരിക്കലും നമ്മൾ അവരെ നന്നാക്കണം. ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിൻ്റെയും അവരെ ചില അരുതായ്മകൾ നമ്മളെല്ലാവരെയും മുസ്ലിം ആക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് അവർ ധരിക്കുമ്പോൾ അവരെ തിരുത്താൻ രണ്ട് ധാരയുണ്ട്. ഒരു ധാര എന്താ? നമ്മൾ ഒന്നുകിൽ എതിർത്തുകൊണ്ട് തന്നെ തോൽപ്പിക്കുക. രണ്ടാമത്തെ സ്നേഹിച്ച് അവരെ മാറ്റുക. അവരെ സ്നേഹിച്ച് മാറ്റുക. നമ്മൾ ഒരു പക്ഷേ ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഹിന്ദു ധർമ്മം എല്ലാറ്റിനെയും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ പരമശിവനെ അപൂർണമായി വലത്ത് വയ്ക്കും. നമ്മൾ മഹാവിഷ്ണുവിന് പൂർണ്ണമായി വലത്ത് വയ്ക്കും. ഗണപതിക്ക് മുന്നിൽ നമ്മൾ ഏത്തമിടും. ഇങ്ങനെ വ്യത്യസ്തമായ ഉപദൈവങ്ങൾ ഒരേ ക്ഷേത്രത്തിൽ കാണാം. ഇതൊക്കെ വ്യത്യസ്തമായ ധാരകളിൽ കൂടി വന്നിട്ടുള്ളത് തന്നെയാണ്. ഇപ്പം ശൈവം വേറെയാണ്, വൈഷ്ണവം വേറെയാണ്, ശാക്തേയം വേറെയാണ്, കൗമാരമുണ്ട്, ഗാണപത്യമുണ്ട്. ഇതൊക്കെ വേറെ വേറെ ആരാധനാ രീതികളാണ്. പക്ഷേ ഇത് സനാതനധർമ്മം ഇതിനെ എല്ലാം ഒരു അമ്പലത്തിനുള്ളിൽ എത്തിച്ചു. എനിക്ക് തോന്നുന്നത് ഒരു വേറിടൽവാദം നടത്തില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനി ഇപ്പോൾ ഗോവ ഇൻക്വിസിഷൻ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, ഗോവയിൽ അവിടുന്ന് മുതൽക്കാണല്ലോ ഇവരുടെ കളി തുടങ്ങുന്നത്. ആ ഗോവ ഇൻക്വിസിഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അതും അല്ലെങ്കിൽ മറ്റേ ടിപ്പുവിൻ്റെ പടയോട്ടമോ അല്ലെങ്കിൽ മറ്റേ മുഗളന്മാരുടെ സുൽത്താൻമാരുടെ പീഡനങ്ങളോ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ചിന്തിക്കാനേ പറ്റുള്ളൂ നമുക്ക്, ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു ഭാരതീയ മുസ്ലിമായിട്ട് ഇവർ മാറുമായിരുന്നു. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ അമ്പലങ്ങളുടെ ഒരു ഭാഗത്ത് ഒരു പക്ഷെ കുരിശു വന്നേന്, ഒരു ഭാഗത്ത് ഒരു പക്ഷെ നിസ്കരിക്കുന്ന ഒരു കാരണം എല്ലാം ഒരു മതിൽക്കെട്ടിനകത്തേക്ക് നമ്മൾ കൊള്ളുമായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ അത് കൊള്ളിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ എന്തും കൊള്ളും. അവിയലിൽ എന്തും പറ്റും. അവിയലിൽ ഏത് കഷ്ണം പോവും, പക്ഷെ വിഷട്ടാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് പറ്റില്ല എന്നുള്ള ഉറപ്പ്. അപ്പൊ ആ തരത്തിൽ അവർ മാറി നിൽക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇതിനോട് ചേരില്ല. മാത്രമല്ല ഇതിനെ ഇല്ലാതെയാക്കലാണ് ഞങ്ങളുടെ കടമ എന്ന് പറയുമ്പോൾ ഭാരതം അവിടെ തോറ്റുപോയി. അവരെ ഈ വലിയൊരു വട്ടത്തിനകത്തേക്ക് ആക്കുന്നതിൽ, കാരണം അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ പിടിവാശി കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടേത് മാത്രമാണ് ശരി എന്നുള്ള സങ്കുചിതത്വം കൊണ്ട്, ഈ നമ്മുടെ ഈ വിശാലത കൊണ്ട് വലിയ കാര്യം ഉണ്ടായില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പറയുന്ന ഭാഷയല്ല ഇവിടെ ഉപയോഗിക്കണത്. ഇവിടെ അവർ മതേതരത്വം പറയുന്നത്. കുറച്ചെങ്കിലും ഒരു വേദിയിൽ വന്നിട്ടെങ്കിലും പറയുമല്ലോ, ഞങ്ങൾ വല്ല ഹിന്ദു മതത്തെ അങ്ങനെയാണ്, നല്ല സംഘികളോടെ എതിർപ്പുള്ളൂ, ഞങ്ങൾക്ക് നല്ല ഹിന്ദുക്കളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുള്ള ഒരു ഭാഷയെങ്കിലും ഇവിടെ പ്രയോഗിക്കും. ഇവിടുന്ന് വിട്ടാൽ നമ്മളത് കേൾക്കില്ല. അപ്പോൾ അത് ഭാരതം അത്രയും വരെ മാറ്റിയെടുത്തു. പക്ഷെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതിന് നമ്മൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷെ ഭാരതത്തിൻ്റെ ശ്രമം അതായിരുന്നു. അവരെ കൂടി നമുക്ക് ഒരു ഭാരതീയ മുസ്ലിം, ഒരു ഭാരതീയ ക്രിസ്ത്യാനി ആ നിലയിൽ പോസിബിൾ ആണ്. ഈ ഖുറാനും ബൈബിളും ഇരിക്കേണ്ടോടത്ത് ഇരുന്നിട്ട് ഇവരായി പോന്നിരുന്നു എങ്കിൽ നമുക്ക് എടുക്കണ്ട. നടക്കണില്ല, അവരുടെ ജീവിതം ഖുറാനും ബൈബിളും നടന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മത പൗരോഹിത്യത്തിന്റെ തകരാറാണ്. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ഇവരെ ഇതൊന്ന് സ്വതന്ത്രരാക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് പറ്റുന്ന കുഴപ്പം, ഹിന്ദുമതത്തിന്റെ മഹിമ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളാരും കുട്ടിക്കാലത്ത് ഇതൊന്നും കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും പറ്റുന്ന തരക്കട എന്ന് പറഞ്ഞാൽ ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റുന്നു.
ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റുന്നു. പിന്നെ എന്ത് തന്നെ ശുദ്ധവായു കടന്നാലും അവരുടെ തലയിലേക്ക് വേർക്കാൻ ആ കുട്ടിക്കാലത്ത് എഴുതി സ്ലേറ്റുമേ കല്ലുവരെ പിടിച്ച മാതിരിയാണ്, പിന്നെ മായ്ച്ചു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവരുടെ കുട്ടിക്കാലത്ത് തലയിൽ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ എനിക്ക് പറഞ്ഞ രാഷ്ട്രം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എനിക്ക് ഹിന്ദുമതത്തിന് എന്തോ ആയിക്കോട്ടെ, ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കരുത്. മതത്തിൻ്റെ ആചാരങ്ങൾ പിൻപറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. മതത്തിൻ്റെ ആചാരങ്ങൾ പിൻപറ്റാം, മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യാം. പക്ഷേ മതപഠനം അഥവാ അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായ മോണിറ്ററിങ് നടത്തിയിട്ടുള്ള പാഠ്യപദ്ധതി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ മതപഠനം അനുവദിക്കാവൂ. ഇത് ഈ ബോധമില്ലാത്ത പ്രായത്തിൽ ഈ കുട്ടികളെ തലയിൽ അടിച്ചു കയറ്റിയിട്ട് അവർ കാണുന്നവരെല്ലാം ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഇവരെല്ലാം ഞങ്ങളെ നശിപ്പിക്കാനുള്ളവരാണ് എന്നുള്ളൊരു ശത്രുഭാവത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമിച്ച് കീഴടക്കാം, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ കീഴടക്കാം. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ അവർ മെനയണത് ഈ കുട്ടിക്കാലത്ത് തലയിൽ ഇത് ചെന്നിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാടിന് സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മതപഠനം ഒരു 18 വയസ്സ് വരെ ആവശ്യമില്ല എന്നുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ് താല്പര്യമുള്ളവർ മതം പഠിക്കട്ടെ. അതുവരെ മതത്തിൻ്റെ ആചാരവും അനുഷ്ഠാനവും പിൻപറ്റി ജീവിച്ചാൽ മതി. പഠനം മറ്റ് വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രം പഠിക്കട്ടെ മതപഠനം. ഞാൻ ആലപ്പുഴയിൽ നിന്നിട്ടാണ് വരുന്നത്. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ വളരെ കൂടുതലാണ്. ജാതി മാറാതെ, മതം മാറാതെ, സ്വന്തം പേരിൽ അത് അവർക്ക് ഹെറിഡിറ്ററി ആയി കിട്ടിയിരിക്കുന്ന കൾച്ചറിനകത്ത് നിന്നുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്യുന്നത്. അതിപ്പം നമ്മുടെ കൃപാസനം തുടങ്ങിയ സാധനങ്ങളുള്ളവരുണ്ട്. ഞാൻ ഹിന്ദു അല്ല എന്ന് ടീച്ചറിനോട് ഞാൻ തുറന്നു പറഞ്ഞു. ഹിന്ദു ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഒരുപാട് വിഴുപ്പ് പാണ്ഡങ്ങൾ നമുക്ക് ചുമക്കേണ്ടി വരുന്നതിൻ്റെ പേരിൽ ഐ ഡോണ്ട് ലൈക്ക് ടു ഫോളോ ദിസ്. എന്തുകൊണ്ടാണ് ഞാൻ വിഴുപ്പ് പാണ്ഡം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ വിഴുപ്പാ തോന്നാൻ പലതിനകത്തും രത്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ടീച്ചറെ സത്യസന്ധമായിട്ട് പറഞ്ഞു, എനിക്കിത് ചുമക്കാൻ ഭയങ്കര തുറന്നാലേ അറിയുള്ളൂ. പലതും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിടുമ്പോൾ വ്യക്തിപരത്ത് എന്താണെന്ന് അറിയില്ല. ഓരോ ദിവസവും വരെ ഇപ്പം ഞാനിപ്പം പേഴ്സണലായിട്ട് എടുക്കുന്ന വിദ്യാസാഗർ ഗുരുമൂർത്തിയാണ്. അത് ഇദ്ദേഹം ഞാൻ ഈ പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഹിന്ദു മതത്തിൻ്റെ നേതാക്കന്മാർ തന്നെ അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. RSS, BJP തുടങ്ങിയിരിക്കുന്ന എല്ലാ സാധനവും ആരും വേട്ടയാടുന്നില്ല. അതൊക്കെ തെറ്റായ ധാരണയല്ല. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആചാര്യ MR രാജേഷ് വേദപഠനം നടത്തുന്ന ആൾ, ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നേതാക്കന്മാർക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ. അത് ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്നൊരു മനുഷ്യൻ, വളരെ ഡെപ്ത് നോളജ് ഉള്ളൊരു മനുഷ്യൻ. ആ ചെറുപ്പക്കാരൻ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി രക്ഷപ്പെടുക, അയാൾ എന്തിനു വേണ്ടിയിട്ട് ഈ സമാജത്തിന് വേണ്ടിയിട്ട് നടന്നു നിൽക്കുന്നു? ഈ ക്രിസ്ത്യാനിറ്റി കൊന്നത് 17.79 കോടി ആൾക്കാരാണ് ഈ ലോകത്ത് കൊല വിളിച്ചിരുന്നത് സ്നേഹമതത്തിന്റെ പേരില്. ഇന്ന് ഈ ലോകത്തിൽ നമ്മളുടെ ഒരു ശ്രമം എന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ, കാരണം ഇവര് നമ്മുടെ രാജ്യത്തെ പ്രജകളാണ്. ഒരുപക്ഷെ ഇവർക്ക് ആ കൊലപാതകത്തിൽ പങ്കില്ല, ഇവർക്ക് ആ മതവുമായുള്ള ബന്ധമുള്ളൂ. ഈ 17 ലക്ഷത്തി കോടി കൊന്നതിൽ ഭാരതത്തിലെ ഒരു ക്രിസ്ത്യാനിക്കും ചിലപ്പോ നേരിട്ട് പങ്കില്ല. പക്ഷെ അവരെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്? ഈ ബൈബിൾ വഴിയും പഠനം വഴിയാണ് ലിങ്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ശ്രമം എന്തായിരിക്കണം? ഇവർ ഭാരതത്തിന്റെ മക്കളാണ് അല്ലെ, ഇവരെ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത്, ഇവരെ അത്തരം ഒരു ക്രൂരതയിലേക്ക് പോകാതെ ഒരു മനസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ സ്നേഹത്തോടെ കീഴ്പ്പെടുത്താനേ പറ്റുള്ളൂ. ആ സ്നേഹത്തോടെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് ഈ സംഘമാണെങ്കിലും സംഘത്തിന്റെ പരിവാർ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഉദ്ദേശിക്കുന്നത്. കാരണം ഇവരൊക്കെ കൂടി നേരിയുമ്പോൾ ഈ ഭാരതം നേരിയുള്ളൂ. ഭാരതത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിറ്റി എല്ലാം മനസ്സ് മാറുമ്പോഴാണ് ഇവിടെ സംഘടന ഉണ്ടായ ഭാരതത്തിന് എന്ത് പുരോഗതിക്കാൻ പറ്റുക? അപ്പോൾ ഇവരെല്ലാം മനസ്സ് മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. കാരണം കുട്ടിക്കാലം തൊട്ട് മതം തലയിൽ അടിച്ച് കയറ്റിയവരെ നമ്മൾ ആരെന്ത് സ്നേഹിച്ചാലും ഒരു തക്കിയ മാത്രമാണ് പലതും പുറത്തേക്ക് നടക്കുന്നത്. ഒരു അഭിനയം ഉണ്ടല്ലോ, ആ അഭിനയത്തിൻ്റെ അപ്പുറത്തേക്ക് യാതൊന്നും നടക്കുന്നില്ല. ഹിന്ദുമതത്തിൻ്റെ മഹിമകളെയൊക്കെ പറ്റി നമ്മുടെ മുന്നിൽ മതസംവാദം നടക്കുമ്പോൾ അവരൊക്കെ വാഴ്ത്തിപ്പാടും. ഭഗവത്ഗീത അങ്ങനെയാണ്, ഞങ്ങൾക്ക് മറ്റത് ഇങ്ങനെയാണ്, നമ്മുടെ പോലത്തെ വാഴ്ത്തിപ്പാട്. നമ്മളിങ്ങോട്ട് തിരിഞ്ഞാൽ അവർ വേറൊരാളോട് പറയണത് നിങ്ങളുടെ മതം തെറ്റ്, നിങ്ങളെ നരകത്തിൽ. ഈ ഏകദൈവ വിശ്വാസികളെ സ്നേഹിക്കുന്നത് ഈ മുള്ളുമുരുക്ക് മരത്തെ കെട്ടിപ്പിടിക്കുന്നവരല്ലേ? സ്വന്തമായിട്ട് മുറിവുണ്ടാവുന്നില്ല, എന്തെങ്കിലും മാറ്റം നടക്കുന്നുണ്ടോ? അല്ല, ഏകദൈവ വിശ്വാസികൾ ശരിക്കും ഹിന്ദുക്കളാണ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. എന്താ കാരണം എന്നറിയാമോ? ഹിന്ദുക്കൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ വേറൊരു ദൈവമില്ലാന്ന്. വേറൊരു ദൈവമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറൊരു ദൈവം ഉണ്ട്, അത് നിങ്ങൾ അതിനെ ആരാധിക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഹിന്ദുവിനൊരു ദൈവമേ ഉള്ളൂ, മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേറെ എവിടെ ഒരു ദൈവം ഉണ്ട്. ഇപ്പം ക്രിസ്തു മതവും ഇസ്ലാം മതവും മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്നാണല്ലോ അവർ പറയണത്. അതിൻ്റെ അർത്ഥം എന്താ? വേറൊരു ദൈവം ഉണ്ട്, നിങ്ങൾ ആരാധിക്കരുത്. അപ്പോൾ അവർ ഏകദൈവ വിശ്വാസികളല്ല. നേരെ മറിച്ച് ഹിന്ദു മതം എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ ആരാധിച്ചോ. സർവ്വദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. നിങ്ങൾ ആരെ എങ്ങനെ ആരാധിച്ചാലും ഒരു ദൈവത്തിൻ്റെ അടുത്തെത്തുക, ദൈവം ഒന്നേ ഉള്ളൂ. അതിൻ്റെ മാർഗം പലതാകാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ഹിന്ദുക്കളാണ്. മറ്റവർക്കൊക്കെ പേടിയുണ്ട്.
ഞങ്ങളുടെ ദൈവത്തിന് വല്ല കുഴപ്പവും പറ്റുമോ? റെഫറണ്ടത്തിൽ തോറ്റു പോവുമോ? കൂടുതൽ പിന്തുണ ഇല്ലാതെ റെഫറണ്ടത്തിൽ തോറ്റു പോവുമോ? അതുകൊണ്ട് മറ്റ് ദൈവങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്, മറ്റ് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, മറ്റ് ദൈവങ്ങൾക്ക് ആരാധന കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അവർ മറ്റെല്ലാ ദൈവങ്ങളുടെയും അസ്തിത്വം അംഗീകരിക്കുന്നുണ്ട്. അവർ ഏകദൈവ വിശ്വാസികളല്ല, സത്യം പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ. ഞാനിതിനെ എന്തുകൊണ്ട് എതിർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, മതമില്ല, ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഗോത്ര വിശ്വാസി എന്ന നിലയിൽ എന്നെ എടുത്താൽ മതി. ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പം ഇപ്പം ഞാനൊരു പൂന്തോട്ടം വളർത്തുന്നുണ്ടെങ്കിൽ ആ പൂന്തോട്ടത്തിൽ മുഴുവൻ വെള്ളപ്പൂക്കളായി കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. പച്ച, മഞ്ഞ, ചുമപ്പ്, മുള്ളുള്ള തണ്ടിൽ പൂക്കൾ വേണം, സുഗന്ധമുള്ളത് വേണം, ദുർഗന്ധമുള്ളത് വേണം, എങ്കിലേ നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത് മനോഹരമാവുള്ളൂ. ഈ ഏകത്വം എന്ന് പറഞ്ഞ രീതിയിലത്തേക്ക് ഇവർ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മനുഷ്യന് വളരെ ഡ്രൈ ആയിരിക്കുന്ന, അതുപോലെ തന്നെ ഒട്ടും ഉന്മേഷവും ഉത്സാഹം തരാത്ത ഒരു ജീവിതമായിരിക്കും തരുന്നത്. അത് ചിദാനന്ദപുരി സ്വാമി ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അവർ തോട്ടം സംരക്ഷിക്കുന്നവരാണ്, നമ്മൾ തോട്ടം സംരക്ഷിക്കുന്നവരല്ല, വനം സംരക്ഷിക്കുന്നവരാണ്. വനവും പറമ്പും, നമ്മുടെ വനവും പറമ്പും അവരുടെ തോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ റബ്ബർ അല്ലാതെ അതിനകത്ത് വേറൊന്നും പാടില്ല, ബാക്കിയൊന്നും ഇനി വളരാനും സമ്മതിക്കില്ല, റബ്ബർ മാത്രം. ആ തോട്ടം എന്ന സങ്കല്പമാണ്. റബ്ബറിന് വില ഇടിഞ്ഞാൽ അവൻ്റെ ജീവിതം പോയി. ഞാൻ ആകെയുള്ളത് റബ്ബറാ, വിശന്നത് കഴിക്കാനും പറ്റില്ല. നേരെ മറിച്ച് നമ്മളൊരു പറമ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. അതിൽ മാങ്ങയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നിനെ മാത്രമായിട്ടല്ല പരിപാലിക്കുന്നത്, എല്ലാം കൂട്ടത്തിൽ അടിയിൽ വരുന്ന കളകളുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഇലയാവും ചിലപ്പോൾ മരുന്ന്, നമ്മളെല്ലാം തത്തിക്കളഞ്ഞ ഈ കളയിലാവും ചിലപ്പോൾ മരുന്നിരിക്കണത്. അതാണ് ഹിന്ദുവിൻ്റെ രീതി. എല്ലാറ്റിനെയും നമ്മൾ ഒന്ന് മാത്രം പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതുകൊണ്ടൊക്കെ നമുക്ക് പ്രയോജനം ഉണ്ടാവും. പക്ഷെ അവരതല്ല, ബാക്കിയെല്ലാം വെട്ടിക്കളയാണ്. ഒരു കാലത്ത് കൊക്കോയ്ക്ക് വില വന്നപ്പോൾ ഇവിടെ എല്ലാം വെട്ടി ആൾക്കാർ കൊക്കോൻ്റെ പിന്നാലെ പോയി. കൊക്ക വിളവെടുക്കാറായപ്പോഴേക്കും കൊക്കോൻ്റെ വില ഭൂമിയോളം താണു, പാതാളത്തോളം താണു. അവസാനം അത് കളയേണ്ടി വന്നു, ഒരു കാര്യം ഉണ്ടായില്ല. അപ്പം അവർ ഈ തോട്ടം വിളകളുടെ ആളുകളാണ്. സെമിറ്റിക് മതങ്ങൾ തോട്ടം വിളകളുടെ. സിദ്ധാന്തപുരി സ്വാമി വളരെ കൃത്യമായിട്ട് പറയാറുള്ളത്, തോട്ടവും നമ്മുടെ ഒരു സ്വാഭാവിക വനം അല്ലെങ്കിൽ ഒരു സ്വാഭാവിക പറമ്പും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ ആ വ്യത്യാസം ഹിന്ദു ധർമ്മവും സെമിറ്റിക് മതങ്ങളും തമ്മിലുണ്ട്. അവരുടെ തോട്ടത്തിൽ ചെടിയെ പിടിച്ച് നമ്മുടെ തോട്ടത്തിൽ വെക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വനത്തിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് കൊണ്ടു വെച്ചോട്ടെ, നമ്മുടെ വെട്ടിയിട്ട് അവരെ തോട്ടമാക്കാൻ ശ്രമിക്കുക. അതിനുള്ള ഇട നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ എന്നുള്ളത് പരമാവധി തടയുക. അത് തടയാൻ നേരത്തെ പറഞ്ഞ 2 മാർഗ്ഗങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. ഒന്ന്, അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് തടയാൻ ശ്രമിക്കാം. അതാണ് ഏറ്റവും പോസിറ്റീവായ മാർഗം. പക്ഷേ എന്നിട്ട് ഭഗവാൻ യുദ്ധം ഒഴിവാക്കാൻ ദൂതിന് പോണ കൃഷ്ണൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയും താഴും. കൗരവരുടെ അടുത്ത് ചെന്നിട്ട് പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് വരെ ചോദിക്കും, അതും കൂടി കൊടുക്കില്ല പറയുമ്പോൾ സൂചി കുത്തുവതിന്നു പോലും ഇടം പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോഴാണ് യുദ്ധം താരാണ്. ഇത് ഹിന്ദുവിൻ്റെ രീതിയാണ്. അപ്പം അതുവരെ താഴും. പിന്നെ കാണുക നമ്മൾ എല്ലാ ആയുധവും എടുത്ത് പോരാടുന്ന കുരുക്ഷേത്ര ധർമ്മയുദ്ധമാണ്, കുരുക്ഷേത്ര യുദ്ധം. അതിനും മടിയില്ല. പക്ഷെ അത് ഒഴിവാക്കാൻ കഴിവിൻ്റെ പരമാവധി നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒഴിവായില്ല എങ്കിൽ പിന്നെ മുന്നും പിന്നും നോട്ടില്ല. രാവണന് വരെ പല അവസരം കൊടുത്തിട്ടുണ്ട്. സീതാദേവിയെ തിരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു അബദ്ധം പറ്റില്ല. പലവട്ടം അവസരം കൊടുത്തു, പിന്നെ നോട്ടമില്ല. പിന്നെ രാമബാണമാണ് ഉത്തരം. അപ്പോൾ ഹിന്ദുവിൻ്റെ രാമനാമമുണ്ട്, രാമബാണമുണ്ട്. ആദ്യം രാമബാണം എടുക്കരുത്. ഓക്കെ, ഇനി നമുക്ക് കുഴിമന്തി വിവാദത്തിലേക്ക് നമുക്ക് വരാം. വിഷുവിന് കുഴിമന്തി വിവാദം, ടീച്ചർ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പരസ്യം സാധാരണയാണ്. എന്തിനാണ് പരസ്യം? സ്വന്തം വിഭവം വിറ്റഴിക്കാനാണ്. വിറ്റഴിക്കണമെങ്കിൽ ഇത് വാങ്ങുന്നവനെ പ്രീതിപ്പെടുത്തണമല്ലോ. തൻ്റെ മുതൽ കൂടുതൽ വിറ്റഴിക്കാനല്ലേ പരസ്യം നടത്തുക. പക്ഷേ ഈ വിഷു നാളിൽ 9ഓളം സ്ഥാപനങ്ങൾ, അത് കേരളത്തിനകത്തും പുറത്തുമുണ്ട്. ബാംഗ്ലൂരുണ്ട്, ചേർത്തല നമ്മൾ ആദ്യം കണ്ടത്. ചേർത്തലയുണ്ട്, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തലശ്ശേരിയുണ്ട്, ബാംഗ്ലൂരുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ 9ഓളം സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ വിഷുവിന് ആശംസാ കാർഡ് ഇറക്കിയത്. വിഷു ഇതേപോലെ 9 സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷു ആദ്യമായിട്ടല്ല വരേണ്ടത്. 5128ാമത് കലിവർഷമാണിത് ഈ വർഷത്തെ. ഈ വർഷം വിഷുവോടുകൂടി 5128ാമത്തെ വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വിഷു അല്ലിത്. മറ്റ് വിഷുകൾക്കൊക്കെ ഇവർ ആശംസ നേർന്നിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഈ വർഷത്തെ ഈ വിഷു ആശംസയിൽ ഇപ്പോൾ ഒരു ക്രിസ്മസ് ആശംസ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊതു രീതിയുണ്ട് അല്ലേ? കുറച്ച് നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു പാപ്പ, ഒരു കേക്കിൻ്റെ രൂപം, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ക്രിസ്മസ് ആശംസ നമ്മൾ നേരുക. ഒരു റംസാൻ ആശംസ എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രക്കലി നക്ഷത്രം അല്ലേ? അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില ഇത് വെച്ചിട്ടുണ്ട്. പൊതുവെ അവർക്ക് പ്രതീകങ്ങൾ കുറവാണ്.
നമ്മൾ ആശംസ നേരം, അല്ലെങ്കിൽ ഒരു നിലാവിൻ്റെ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അവർക്ക് ആശംസ നേരം. ഓണം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടാണെങ്കിൽ ഒരു കൊടവയറൻ മഹാബലി, തെറ്റാണ്, അങ്ങനെ ഒരു മഹാബലി ഇല്ല, കൊടവയറൻ മഹാബലിയൊന്നും ഇല്ല. എന്നാലും നമ്മൾ കോമാളിയൊക്കെ ഒരു മഹാബലിയെങ്കിലും നമ്മൾ വെക്കും, പൂക്കളം ഇടും, തൃക്കാക്കരപ്പനെ വെക്കും, അല്ലേ, ഊഞ്ഞാലിൻ്റെ ചിത്രം വെക്കും, കഥകളി, ഇതൊക്കെയാണ് നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ. വിഷുവിന് കണിക്കൊന്ന, കണിവെള്ളരി, അല്ലേ. ഇനി വിശ്വാസിയാണെങ്കിൽ കൃഷ്ണൻ, ഇത്തിരി വിശ്വാസം കുറവാണ്, ഓടക്കുഴലും പീലിയും മതി, അത്രയൊക്കെ വെച്ചുകൊണ്ട് നമുക്കറിയാം ഒരു മഞ്ഞത്തുണി ധാരാളമായി. ഇങ്ങനെയൊക്കെയാണ് ചില ഐക്കണുകൾ നമ്മുടെ ഇലയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കുറെ കണ്ടത് എന്താ, കൃഷ്ണൻ്റെ ഫോട്ടോ, അതും മനസ്സിൽ ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ, അതൊക്കെ അമ്മമാരുടെ മനസ്സിൽ അത്രയും വാത്സല്യമാണ് ആ കുട്ടി. ആ ഫോട്ടോ വെച്ചിട്ട് വലിയ ഇലയിൽ കുന്നോളം മന്തി വിളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ കോഴി അങ്ങനെ നിർത്തി പൊരിച്ച് ഒരു കുട്ടിയാണ് ഇതിൻ്റെ പിന്നിലിരുത്തിയിരിക്കുന്നത്. ഒരു കുട്ടി കൃഷ്ണനെ ഇതിൻ്റെ പിന്നിലിരുത്തിയിട്ട് അതത്ര നിഷ്കളങ്കമാണെന്ന് പറയാൻ വയ്യ. ആനത്തലയോളം വെണ്ണ തരാമട നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കൃഷ്ണനോട് പറയാം. ആനത്തലയോളം മന്തി തരാമട എന്ന് എവിടെയാരും പ്രാർത്ഥിച്ചിട്ടില്ല. കണി കാണും നേരം കമലാനേത്രൻ്റെ കമനീയ രൂപ കണ്ട്, അല്ലാതെ മന്തി വെച്ചിട്ടുള്ള രൂപമാണെന്നല്ല. ഇതിൽ മന്തിയുണ്ട്, വേറെ ഒരിടത്ത് കോഴിക്കാല് പിടിച്ച് നിൽക്കുന്ന കൃഷ്ണൻ, ഒന്നും നിഷ്കളങ്കമല്ല, പൊരിച്ച കോഴിക്കാൽ അങ്ങനെ പിടിച്ച് നിൽക്കുന്ന കൃഷ്ണൻ. വേറൊരിടത്ത് മറ്റേ വലിയൊരു മാംസത്തിൻ്റെ പീസ് വറുത്തേലേക്ക് ഇങ്ങനെ ഈ ഇതൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ തൊട്ട് ഓൺ ചെയ്യണ മാതിരി അതിനെ പോയി തൊടുന്ന കൃഷ്ണൻ്റെ കൈ മാത്രം, കൃഷ്ണൻ്റെ കൈ അതിലിങ്ങനെ പോയിട്ട് തൊട്ടിട്ട് മാറ്റം വരുത്തുന്ന വിധത്തിൽ. പിന്നെ കൃഷ്ണൻ കഴിക്കണത്, നമ്മൾ വെണ്ണ കഴിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടിരിക്കുന്നത്, മന്തി കഴിക്കുന്ന കൃഷ്ണന് അങ്ങനെ ഒമ്പതും വ്യത്യസ്തമാണ്. ഈ ചേർത്തലയിലത്തെ പോലെ തന്നെ 9 വ്യത്യസ്തമായ ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 9 സ്ഥലത്തിന് അബദ്ധം, ഇവർ പറഞ്ഞു ഡിസൈനർക്ക് അബദ്ധം പറ്റിയതാണ്. 9 സ്ഥലത്ത് ഡിസൈനർക്കും അബദ്ധം പറ്റും. അബദ്ധം ഒരുത്തിലല്ലേ പറ്റാവുള്ളൂ, ഒരിക്കലല്ലേ പറ്റുള്ളൂ. 9 സ്ഥലത്ത് അബദ്ധം പറ്റണതിനെ അബദ്ധം എന്ന് പറയാൻ വയ്യ. അത് കൃത്യമായ ആസൂത്രണമുണ്ട്. ഒരു ജനതയെ കീഴ്പ്പെടുത്താൻ അവരുടെ വിശ്വാസത്തിൽ കാരണം, അവരുടെ ആഹാര രീതി തകിടം മറിക്കണം, അവരുടെ വസ്ത്രധാരണ രീതി തകിടം മറിക്കണം, അവരുടെ ഭക്ഷണം തകിടം മറിക്കണം. ഇങ്ങനെയാണ് എന്നും സാമ്രാജ്യങ്ങൾ കയറിയിട്ടുള്ളത്, ഇങ്ങനെയാണ് മതങ്ങൾ കയറിയിട്ടുള്ളത്. ഭാരതത്തിൽ അതിലാണ് അവർ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ അവർ ഇവിടുത്തെ സെമിറ്റിക് മതങ്ങൾ ചെന്നോടത്തൊക്കെ മുച്ചൂട് മുടിച്ചു. അമേരിക്കയിൽ ഇപ്പോൾ പൈതൃക മതം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കാർക്കതൊരു ധാരണയില്ല. പൈതൃക ഭാഷകൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. ചില മ്യൂസിയത്തിൽ വെച്ച മാതിരിയുള്ളൂ യഥാർത്ഥ അമേരിക്കക്കാരിപ്പോൾ അവിടെ. ചില ഭാഗങ്ങളിൽ ചില കോളനിയായി താമസിക്കുന്നു, അവരുടെ ചില മ്യൂസിയങ്ങളിലാണ് മറ്റവരെ തകിടം മറിച്ചു. അവരുടെ ഭാഷ പോയി, അവരുടെ ആഹാര രീതി പോയി, അവരുടെ മറ്റേ വസ്ത്രധാരണ രീതി പോയി, എല്ലാം മാറ്റി. ആസ്ട്രേലിയയിൽ മാറ്റി. ആസ്ട്രേലിയയിൽ ശരിക്കും വെള്ളക്കാരേ അല്ലല്ലോ ആസ്ട്രേലിയക്കാരെന്ന് പറഞ്ഞാൽ, അവർ കറുത്തവർഗ്ഗക്കാരാണ് ഒറിജിനൽ ആസ്ട്രേലിയക്കാരുമായ. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലാത്ത വിധത്തിൽ ആസ്ട്രേലിയ കംപ്ലീറ്റ് മാറി. അവിടുത്തെ ഭാഷ എന്തായിരുന്നു പഴയത് ആർക്കും അറിയില്ല. പക്ഷെ ഭാരതത്തിൽ അവർ തകർന്നുപോയി. അവർക്കതിൽ ഭാരതത്തിൻ്റെ മനസ്സ് കീഴടക്കാൻ പറ്റിയില്ല. കാരണം ഭാരതത്തിൻ്റെ ഭാഷ മാറ്റാൻ പറ്റിയില്ല. ഇപ്പോഴും ദക്ഷിണേന്ത്യയിലേ ഉള്ളൂ ഇംഗ്ലീഷ് ഭ്രമം. ഉത്തരേന്ത്യക്കാർക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയില്ല. കാരണം അവരിപ്പോഴും ഇംഗ്ലീഷ് അറിയുന്നത് ഒരു പവറായിട്ട് അവർ കൊണ്ടു നടക്കുന്നില്ല. ഇംഗ്ലീഷ് അറിയണമെന്നുള്ളത് നമുക്ക് 2 ഇംഗ്ലീഷ് പറഞ്ഞ ആൾ കേമനായി. പക്ഷെ നോർത്ത് ഇന്ത്യക്കാർക്കില്ല. അവർക്കൊരു പക്ഷേ ഓഫീസർമാർക്ക് പോലും ചിലപ്പോൾ അവർ ഹിന്ദിയിൽ എഴുതി തരാൻ പറയും. കാരണം അവർ ഇംഗ്ലീഷിന് അത്രയും പ്രാധാന്യം, അതൊരു വിദേശ ഭാഷ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും കുറച്ചൊരു ഇംഗ്ലീഷ് ഭ്രമം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഭാഷ മാറ്റുക, വസ്ത്രം മാറ്റുക, പാൻറ്റും കോട്ടിലേക്കൊക്കെ ഉത്തരേന്ത്യ മാറിയില്ല. അവരിപ്പോഴും അവരുടെ വേഷത്തിലാണ് നടക്കുന്നത്. അഥവാ പുറത്തേക്ക് പോകുമ്പോഴേ അവർക്കിപ്പോഴും അവരുടെ ടർബനും അവരുടെ പരമ്പരാഗത വേഷം അവർക്കുണ്ട്. അപ്പോൾ വേഷം മാറ്റുക, ഭക്ഷണ രീതി മാറ്റുക, അടിമത്തത്തിൻ്റെ ലക്ഷണം ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ മാറാത്തത് അത്തരത്തിൽ നമ്മളെ കീഴ്പ്പെടുത്താനുള്ളൊരു പരിശ്രമമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നത്. അറേബ്യൻ ഫുഡ്സ് ഇവിടെ ആധികാരികത നേടിക്കൊണ്ട് അതല്ലാതെ ഒന്നും കഴിക്കാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക. അപ്പോൾ അതിനൊന്നുകൂടി, കാരണം കുട്ടികൾ വരെ കഴിക്കണം എന്നാണ്. ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിലാണ് മന്തി വിളമ്പി വെച്ചിരിക്കുന്നത്. കുട്ടികൾ വരെ വെണ്ണയും പാലും അല്ല കഴിക്കേണ്ടത് ഇതാണ് എന്നുള്ളൊരു സങ്കല്പം വിഷുക്കണിയിൽ പോലും വന്നു എന്നുള്ളത് പറയുമ്പോൾ അതൊരു കീഴ്പ്പെടുത്താനുള്ള ശ്രമമുണ്ട്, ഒരു അപമാനിക്കാനുള്ള ശ്രമമുണ്ട്, പലതും ഉണ്ട് അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നമ്മൾ ഈ ചർച്ചയിലൊന്നും ഒതുക്കേണ്ടതല്ല. ഇതൊരു NIA അന്വേഷണം നടക്കണം. ഇതെങ്ങനെ വന്നു, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഇതൊരു തരം ജിഹാദാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി അതിനോടൊപ്പം കഷ്ടം എന്താ വെച്ചാൽ കുറേ ഹിന്ദുക്കൾ ഗവേഷണം നടത്തും. ഹിന്ദുക്കളും ഉണ്ട്, മറ്റുള്ളവരും ഉണ്ട്. ഹിന്ദുക്കൾ മാംസം കഴിക്കുന്നില്ലേ, പിന്നെ പുരാണത്തിൽ മാംസം കഴിച്ചിട്ടില്ലേ, ശതപഥ ബ്രാഹ്മണത്തിൽ ആര് ഹിന്ദു ശതപഥ ബ്രാഹ്മണം വായിച്ചെന്ന്? ശതപഥ ബ്രാഹ്മണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ശതപഥ ബ്രാഹ്മണം നോക്കിയിടുന്നല്ലോ ഇവിടെ ആരും മാംസം കഴിക്കണത്. ശതപഥ ബ്രാഹ്മണത്തിൽ എന്തോ പറഞ്ഞോട്ടെ, വേദത്തിൽ എന്തോ പറഞ്ഞോട്ടെ, അത് അന്നത്തെ ഭക്ഷണ രീതിയാണ്. കാട്ടിൽ കഴിയുമ്പോൾ രാമനും ലക്ഷ്മണനും മാംസം കഴിച്ചു എന്ന് വെച്ചാൽ അവിടെ എന്താണോ കിട്ടുന്നത് ചിലപ്പോൾ അത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്ന് വിചാരിച്ചാൽ അതല്ല എന്നുള്ളവർ കഴിക്കണത്. ഇന്ന് അതിന് ദോഷം ഉണ്ടെന്ന് പറഞ്ഞത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. മാംസ വിഭവത്തിന് ഗുണമുണ്ടോ, കഴിക്കാൻ പറ്റണം.
ദോഷമുണ്ടോ? ഒഴിവാക്കാൻ പറ്റണം. പശുവിനെ കഴിക്കരുത്, അതിനൊരു ഗോ ആധാരിത സമ്പദ് വ്യവസ്ഥയുണ്ട് ഇവിടെ. അതുകൊണ്ട് അതിൽ മാത്രം ഒരു നിയന്ത്രണം എന്നല്ലാതെ ബാക്കി ഒന്നിലും ഭക്ഷണ കാര്യങ്ങളിൽ ഇത്ര നിയന്ത്രണം നമുക്കില്ല. പക്ഷേ ഹിന്ദു മാംസം കഴിക്കണമെന്നുണ്ട്, ഹിന്ദു കണിയിൽ മാംസം വെക്കുന്നുണ്ടോ? ഈ 90% ഹിന്ദുക്കൾ മാംസബുക്കുകളാണ് കേരളത്തിൽ. അവരൊക്കെ കണി വെക്കുന്നത് ഈ മാംസം വെച്ചിട്ടാണോ കണി വെക്കുന്നത്? അല്ലല്ലോ. 90%-ലധികം ഒരുപക്ഷെ മദ്യപാനികളുണ്ട് നമ്മുടെ ഇടയിൽ, ഇല്ലേ? എന്ന് വെച്ച് കള്ളും കുപ്പിയാണോ കൊണ്ടുപോയിട്ട് കണി വെക്കണത്? ഗുരുവായൂർ എന്ത് ത്യാഗം സഹിച്ചാണ് തൊഴാൻ പോണത്? മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണ് ഗുരുവായൂർ തൊഴുന്നത്. ഗുരുവായൂർ തൊഴാൻ പോണത് മന്തികൃഷ്ണനെ കാണാനാണ്, അതോ ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം കഴിക്കാനാണ്? ഇപ്പോൾ ക്രിസ്ത്യാനികൾ മദ്യപിക്കും, അവർക്ക് പിന്നെ ആരാധനയ്ക്ക് വരെ വീഞ്ഞിന് ലൈസൻസ് ഉണ്ട് അവർക്ക്, ആരാധനയ്ക്ക് വരെ മദ്യം വേണം എന്ന് വിചാരിച്ച് നമ്മൾ ക്രിസ്മസിന് മദ്യക്കുപ്പി യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണോ പിന്നെ ആശംസ നേരാറ്? അല്ലല്ലോ. അവർക്ക് പന്നി നിർബന്ധമാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ക്രിസ്മസിന് പന്നി നിർബന്ധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്ന് വിചാരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ പന്നി ഉടലോടെ പൊരിച്ചിട്ടാണോ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണോ ക്രിസ്മസ് ആശംസ നേരാറ്? അല്ലല്ലോ. റംസാൻ നമ്മളതിൽ ഇവർ പോലും ഈ ചേർത്തലയിൽ പിന്നെ ചേർത്തല, അതുപോലെ തന്നെ വരെ മന്തിമൻസിൽ എന്ന് പറഞ്ഞിട്ടൊന്ന് വേറെ കണ്ടു. ഇവരൊക്കെ ഞങ്ങൾ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കി. പഴയ ഫേസ്ബുക്ക് നോക്കി ഇവർ റംസാൻ ആശംസ ഇട്ടിട്ടുണ്ട്. ഈ റംസാൻ ആശംസയിൽ ഈ മന്തിയില്ല. റംസാൻ ആശംസ എന്ന് പറഞ്ഞാൽ ഒരു കിറ്റ് മാത്രമാണ്, ഗിഫ്റ്റ് കിറ്റ് മാതിരി എന്ന് വെച്ച് ചന്ദ്രക്കലി നക്ഷത്രവും വെച്ച് റംസാൻ ആശംസ. വേറെ മന്തിമൻസിൻ്റെ കാണുന്നത് ജ്യൂസ്, ഒരു കുപ്പിയിൽ നല്ല കളറുള്ള ജ്യൂസ്, കുറച്ച് ഫ്രൂട്ട്സ്, ചന്ദ്രക്കലി നക്ഷത്രവും, റംസാൻ ആശംസ. അവർക്ക് വേണ്ടാത്ത മന്തി എന്തിനാ കൃഷ്ണൻ്റെ മുമ്പിൽ വിളമ്പണത്? റംസാൻ ആശംസയിൽ ഇല്ലാത്ത മന്തി. ഞങ്ങളൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, റംസാൻ സമയത്ത് നോമ്പിൻ്റെ കാലത്തെ ഈ മന്തിക്കാരൊരു പരസ്യം വരൂ ഒരു മന്തി ഉച്ചയ്ക്ക് കഴിക്കാം എന്ന് പറഞ്ഞൊരു പരസ്യം ഇടും റംസാൻ നോമ്പിൻ്റെ സമയത്ത്? അപ്പം അതുകൊണ്ടാണ് ഇത് തല്ലുകൊള്ളിത്തരാണ് എന്ന് പറഞ്ഞത്. ഇത് NIA അന്വേഷിക്കണം കൃത്യമായിട്ട്. ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ ലക്ഷ്യമുണ്ട്. അത് മുളയിൽ നുള്ളിയില്ലെങ്കിൽ ആപത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ പ്രതിഷേധിച്ചത്. ടീച്ചർ, ഇതിൻ്റെ ഇടയ്ക്ക് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഹിന്ദു മതത്തിൻ്റെ ആചാര്യൻ എന്ന നിലയിൽ, എസ്പെഷ്യലി പേര് തന്നെ എടുത്തു പറയാം, മലപ്പുറത്തുള്ള, അതായത് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്തുള്ള ചണ്ടാള ബാബ ശ്രീകൃഷ്ണൻ ഇനി മുതൽ ഞങ്ങൾ ഇന്ന് രാത്രി, അതായത് ഈ പോസ്റ്റ് ഇറങ്ങി വിവാദമായി മണിക്കൂറുകൾക്കുള്ളിൽ, അതിനു മുമ്പ് ഇയാൾക്ക് ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ന് ഞങ്ങൾ ശ്രീകൃഷ്ണന് കോഴിവെട്ടി പൂജ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഫ്രോഡുകളെയൊക്കെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം? ഒരു ഹിന്ദു എന്ന രീതിയിലത്തേക്ക് ഞാൻ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഗജ ഫ്രോഡുകളെയൊക്കെ ഹിന്ദുക്കളുടെ വേദിയിൽ കൊണ്ടുവന്നിട്ട് സ്ഥാനം കൊടുക്കുകയാണ്. ഇതിനെപ്പറ്റി ടീച്ചർക്ക് എന്താ പറയാനായിട്ടുള്ളത്? ഇവിടെ ഇതൊക്കെ ചേർന്നതാണ് ഹിന്ദുമതം. അപ്പോൾ ചിലത് നമുക്ക്, കാരണം അന്ത്യജൻ അഗ്രജൻ ഇല്ല ഇവിടെ എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ആരും താഴ്ന്നവരില്ല, ആരും ഉയർന്നവരില്ല. ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമം പുറത്തുനിന്ന് വളരെ കൂടുതൽ നടക്കുന്നു. ജാതിയൊക്കെ കുത്തിച്ചെലുത്തി ചിലരതിൻ്റെ ടൂളായി മാറുന്നുണ്ട്, ചിലരെങ്കിലും അതിൻ്റെ ടൂളായി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ആ ടൂളിന് കൂടുതൽ മറ്റേ ഷാർപ്പ്നെസ് ഉണ്ടാവരുത്, കൂടുതൽ ഷാർപ്പായി ആ ടൂള് നമ്മളെ അറ്റാക്ക് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ശ്രമങ്ങൾ ഹിന്ദുമതത്തിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഹിന്ദുമതത്തെ തന്നെ എവിടെയാണോ മർമ്മം നോക്കി അടിക്കാൻ പറ്റുന്ന വിധത്തിൽ പലരെയും പ്രാപ്തമാക്കാനുള്ള ശ്രമം പുറത്തുനിന്ന് നടക്കും. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിക്കുന്നത്. എല്ലാം പരിഗണിക്കേണ്ട കാര്യമില്ല. ചിലത് പരിഗണനയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, ചിലത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതും, ചിലത് പരിഗണനയ്ക്ക് വേണ്ടി ചെയ്യുന്നതുണ്ട്. ഈ പരിഗണനയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവഗണനയാണ് ഉത്തരം. അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്തരം അവഗണനയാണ്. ഇപ്പോൾ കേരളത്തിൽ SC/ST വിഭാഗത്തിന്, ഷെഡ്യൂൾഡ് ട്രൈബിനില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റ് ആൾക്കാരും ഒക്കെ കൂടെ തന്നെ അവർ സോക്കോൾഡ് അംബേദ്കറിനെയൊക്കെ തന്നെ ഇപ്പം ഹിന്ദു സംസ്കാരത്തിനെതിരെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൂളാക്കുന്നുണ്ടോ. അതിൻ്റെ ഒരു ഉപകരണമായിട്ട് പല ആൾക്കാരും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ് TS ശ്യാംകുമാറിനെ പോലെയുള്ള പല ആൾക്കാർ, കബിക്കാട്, അങ്ങനെയുള്ള ക്രിപ്റ്റോകൾ. ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്? അല്ല, അതിനൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. കാരണം അവർ നമ്മുടെയൊക്കെ പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുത്തി നോവിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നത് ഒഴിച്ചാൽ അവരെ അറ്റാക്ക് ചെയ്യാറില്ല ഞങ്ങൾ. കാരണം അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. സനാതനധർമ്മത്തെ പല കോണിൽ നിന്ന് കാണാലോ. പക്ഷെ അവരെ വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തെ നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷെ ഏകപക്ഷീയമാണ്, അവരുടെ വിമർശനങ്ങൾ ഏകപക്ഷീയമാണ്. അപ്പോൾ അവർ മതമില്ല, ജാതി ഇല്ലാത്തതുകൊണ്ടെങ്കിൽ എല്ലാത്തിനെയും വിമർശിക്കണം. അവർ മറ്റൊരു ധർമ്മത്തെയും കയറി പിടിക്കുന്നില്ല. ഇതിൽ അനാവശ്യമായ ചില എന്താണെന്ന് പറയണ്ടേ വാശി ചിലതിൽ കാണിക്കുന്നു. കിട്ടുന്ന പണത്തിനുള്ള കൂലി ചെയ്തല്ലേ പറ്റുള്ളൂ അവർ.
അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ നടക്കട്ടെ. അതുകൊണ്ട് ഒരു ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ വല്ലാതെ ശ്രീരാമനെ കുത്തി പറയുമ്പോൾ, വല്ലാതെ ഹൈന്ദവ സമൂഹത്തെ കുത്തി പറയുമ്പോൾ ഹിന്ദുക്കളൊന്ന് എടുത്ത് നോക്കും അവിടെ എന്താണെന്നുള്ളത്, ഒന്ന് പഠിക്കും, കുറച്ചും കൂടി ഒരു സ്വാഭിമാന ബോധം വരും. അപ്പോൾ ഒരർത്ഥത്തിൽ അതും നല്ലതാണെന്ന് വിചാരിക്കാം. കാരണം പലതലം വരണ്ടേ. രാവണനും കംസനും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ രാമനാമത്തിനും കൃഷ്ണനാമത്തിനും പ്രസക്തി ഏറിയത്. രാവണനും കംസനും ഇല്ലെങ്കിൽ ഇത്രമാത്രം പ്രസക്തി വരുമായിരുന്നോ? ഈ രാവണന്മാരും കംസന്മാരും ഒക്കെ ഒന്ന് കളിക്കട്ടെ കുറച്ച്. ആത്യന്തികമായ വിജയം രാമനും കൃഷ്ണനും ആയിരിക്കും. ഇപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ ടീച്ചറിനെക്കാട്ടി തീവ്രത എനിക്കാണെന്ന് തോന്നിപ്പോ. ടീച്ചർ, ഇവിടെ FCRA ബില്ലിലേക്ക് നമുക്ക് വരാം. ഈ FCRA ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികളായിരിക്കുന്ന, ക്രിസ്ത്യൻ നാമധാരികളായിരിക്കുന്ന പല ആൾക്കാരും പ്രൈം മിനിസ്റ്റർക്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന നിവേദനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കാരണം ധാരാളമായിട്ട് ഈ പണം അധികമായിട്ട് ക്രിസ്ത്യൻ സഭകളിലേക്ക് ഒഴുകുന്നുണ്ടെന്നും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും പണം തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നൊക്കെ ധാരാളം ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ആയിട്ട് ലൈവും വീഡിയോസും ഒക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനികൾ തന്നെ പറഞ്ഞിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന FCRA ബില്ല് ഇപ്പോൾ പിൻവലിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ല, പിൻവലിച്ചില്ലല്ലോ. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ് എന്താണ്? അല്ല, അത് ബില്ലല്ലേ, ബില്ല് അവതരിപ്പിച്ച നിയമമാണെങ്കിൽ അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഈ ഇലക്ഷന്റെ സമയത്ത് ഒട്ടനെ രാജീവ് ചന്ദ്രശേഖരുടെ ഒരു നിർദ്ദേശപ്രകാരം എന്തിനാ അതിനെ പൗസ് ചെയ്തെടുക്കുന്നത്? നമുക്ക് പാർലമെന്റ് സമ്മേളനം ഇപ്പൊ നടന്നിട്ടില്ലല്ലോ. നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് പാർലമെന്റ് സമ്മേളനം നടന്നിട്ടില്ല. അതൊരു ബില്ല് നിയമമാകാൻ എടുക്കുന്ന സമയമുണ്ട്. അതിൽ പാർലമെന്റിൽ ചർച്ച നടക്കണം അല്ലേ, അതിൻ്റെതായ ചില അത് നടക്കും. ഇവർക്കൊക്കെ ജനാധിപത്യപരമായി പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പൊതുജനങ്ങൾക്ക് വരെ അവസരം കൊടുത്തുകൊണ്ടാണ് ഏത് ഭരണഘടനാ ഭേദഗതി ഇവിടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലാണ്. പിന്നെ ഈ FCRA അടക്കം സാമ്പത്തിക പരിഷ്കരണങ്ങളൊന്നും ഒരു മതത്തെ മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അല്ല, എല്ലാ മതങ്ങൾക്കും ബാധകമായ നിയമങ്ങളെ വരുള്ളൂ. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു രജിസ്റ്റേർഡ് സംഘടനയായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ 17 വർഷം പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഹിന്ദു ഐക്യവേദി രജിസ്റ്റേർഡ് സംഘടനയായിരുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം മാത്രമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഒരു സംഘടന എന്നുള്ളതിലപ്പുറം ഇതിൽ പല സംഘടനകളുണ്ട്, പല സംഘടനകളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ എല്ലാ സാമുദായിക സംഘടനകളും ഹൈന്ദവ സംഘടനകളൊക്കെ ഇതിൽ അംഗമാണ്. അപ്പോൾ ഒരു ഇരട്ട അംഗത്വത്തിൻ്റെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഇതൊരു സംഘടനയല്ല, ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാ സംഘടനകൾക്കും വരാനും അല്ലെങ്കിൽ നമുക്കൊരു പ്രക്ഷോഭം നടത്താൻ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഹിന്ദു ഐക്യവേദി ദീർഘകാലം മുന്നോട്ട് പോകുന്നത്. പക്ഷേ മോദിജിയുടെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ വന്നപ്പോൾ നമുക്ക് പൈസ കൈകാര്യം ചെയ്യണമെങ്കിൽ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആവണം. നമുക്ക് പണം പിരിക്കണമെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൊടുക്കണമെങ്കിൽ രജിസ്റ്റേർഡ്. എൻ്റെ ഹിന്ദു ഐക്യവേദിക്ക് വെച്ചിട്ട് ഒരളവും കിട്ടിയില്ല. ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുക ചെയ്തു. ഞങ്ങൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചില്ലെങ്കിൽ ഈ വർഷത്തെ കണക്ക് വെച്ചില്ലെങ്കിൽ ഞങ്ങളുടെയും പോയി, രജിസ്ട്രേഷൻ പോയി, ഞങ്ങൾക്ക് സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള അവസരം പോയി. അപ്പോൾ അതിൽ ഹിന്ദു ഐക്യവേദി എന്നോ ഏത് സംഘടന എന്നോ യാതൊരു ഭേദമില്ല അതിന് സാമ്പത്തിക പരിഷ്കരണങ്ങൾ വന്നിരിക്കുന്നത്. ഇവർ പറയുന്ന പോലെ ഏകപക്ഷീയമായി അവരെ പൂട്ടാനൊന്നുമല്ല വരുന്നത്. ഈ വിദേശ സംഭാവന ക്രിസ്ത്യൻ സഭകൾക്ക് മാത്രമാണ് വരുന്നതെന്ന് ആരാ പറഞ്ഞത്? ഇവിടെ ധാരാളം ഹൈന്ദവ സംഘടനകൾക്ക് വരുന്നുണ്ട്. സേവാഭാരതിക്ക് വരുന്നുണ്ട്, മാതാമൃതാനന്ദമയി മിഷന് വരുന്നുണ്ട്, ചിന്മയ മിഷന് വരുന്നുണ്ട്, ശ്രീരാമകൃഷ്ണ മിഷന് വരുന്നുണ്ട്. പിന്നെ ധാരാളം നമ്മുടെ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ക്രൈസ്തവ സഭകളെ ചാരിറ്റി ചെയ്യുന്നത് എന്നുള്ളത് വെറും തെറ്റായ ധാരണയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന വലിയ ഹിന്ദു സംഘടനകളുണ്ട്. വിദേശത്തുള്ള പല രാജ്യങ്ങളുമായൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്ന വലിയ സംവിധാനങ്ങൾ ചെയ്യുന്ന സംഘടനകളുണ്ട് ഇവിടെ. ഇതിനൊക്കെ പണം വരുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ പണം എന്തിന് ചെലവഴിച്ചു എന്ന് കാണിക്കാം. ഇവർക്ക് എന്താ കാണിക്കാൻ ബുദ്ധിമുട്ട്? ഇതിൻ്റെ ചെലവ്, അതായത് അവർക്ക് അതിൻ്റെ നടത്തിപ്പിൻ്റെ ചെലവ് 20% കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം 50%, അതായത് അത് അവർക്ക് എടുക്കാം. വലിയ തുക വരുമ്പോൾ 50% ഇവർക്ക് എടുക്കുകയാണ്. അപ്പോൾ അവനവന് കിട്ടുന്നത് പോകുമോ എന്നുള്ളൊരു ഭയം. അവരെ ഭയപ്പെടുത്താൻ മറ്റൊരു കാര്യമുണ്ട്, നോട്ട് നിരോധനം അടക്കം. ഈ പറഞ്ഞ ഓരോന്നും കണക്ക് കൃത്യമായില്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ ക്രൈസ്തവ സഭകൾ പലതും സാമ്പത്തികമായി തകർന്നു. സത്യമാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരത്ത് ഞങ്ങൾ ഓഫീസ് നിർമ്മിക്കാൻ പോകുന്നു. ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചത് ഞങ്ങളൊരു പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് ഞങ്ങൾ സംഘടനയുടെ പേര് പറയുന്നില്ല, ഒരു ക്രൈസ്തവ സഭയുടെ സ്ഥലമാണ് ഞങ്ങൾ മേടിച്ചത്. അത് ഞങ്ങൾ മേടിക്കാൻ വന്നത് അത് ജപ്തിയിൽ പോയ സ്ഥലമാണ്. ആ സ്ഥലം ജപ്തിയിൽ പോയിട്ട് അവർക്ക് പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ലാണ്ട് ജപ്തിയിൽ പോയിട്ട് ഞങ്ങൾ അത് ബാങ്കുമായിട്ട് ആവശ്യിക്കുമ്പോൾ സംഘടനകൾക്കേ പറ്റുള്ളൂ. കാരണം മുഴുവൻ വൈറ്റ് മണി വെച്ചിട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതൊരു പ്രതിപക്ഷ ബഹുമാനം നമുക്ക് തന്നു എന്നുള്ളത് നമ്മൾ ആ സഭ ഏതാണ് എന്ന് പറയുന്നില്ല. അവർ അത്രയും സാമ്പത്തികമായി തകർന്നിട്ടുണ്ട്. കാരണം അപ്പോൾ അത്രമാത്രം അവിടെ വഴിപഴച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സമ്പത്ത് ഉണ്ടാക്കിയിരുന്നത് പലപ്പോഴും നിയമാനുസൃതമല്ല. അപ്പോൾ ഈ FCRA അവരുദ്ദേശിക്കുന്നത് നിയമാനുസൃതമല്ലാതെ പാവങ്ങളുടെ പേര് പറഞ്ഞ്, ചാരിറ്റിയുടെ പേര് പറഞ്ഞ്, ഈ ഒരു പക്ഷേ തലപ്പത്തിരിക്കുന്നവർ
വലിയ തോതിൽ പണം ഉണ്ടാക്കിയിരുന്നു. അത് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഇന്ന് അവർക്ക് ആധിയും ആശങ്കയുമായി പോകുന്നത്. എന്താ അമൃതാനന്ദമയി മിഷൻ ആശങ്ക പറയാത്തത്? എന്താ സേവാഭാരതി ആശങ്ക പറയാത്തത്? നിയമത്തിൻ്റെ മുന്നിൽ സേവാഭാരതി എന്നോ അമൃതാനന്ദമയി മിഷൻ എന്നോ കത്തോലിക്ക സഭ എന്നോ വല്ല ഭേദം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്, കണക്കുകൾ കൊടുക്കുന്ന സമയത്ത്? അപ്പം ഇവർക്ക് കണക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, തട്ടിപ്പും വെട്ടിപ്പും നിർത്താൻ പറ്റുമെങ്കിൽ അവർക്ക് വിദേശ സംഭാവന തുടർന്ന് മേടിക്കാം, അവർക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇനിയും നടത്താം. അപ്പോൾ കറക്റ്റ് അല്ല എന്ന തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ആധിയം ആശങ്കയൊക്കെ. ടീച്ചർ, ഈ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു ബിഷപ്പ് ജനതാ പാർട്ടിയായിട്ട് മാറുന്നുണ്ടോ? അങ്ങനെയൊന്നും യാതൊരു, കാരണം ഹിന്ദു ഐക്യവേദിക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെ പിൻപറ്റാം. പക്ഷേ ഇന്നത്തെ നിലവിൽ ഹിന്ദു എന്നൊരു വിഭാഗം ഉണ്ട് എന്ന് കേരളത്തിലെ മറ്റ് 2 മുന്നണികളും ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഭാരതത്തിലെ ND സഖ്യവും അങ്ങനെ ചിന്തിക്കുന്നില്ല. എത്രമാത്രം ഹിന്ദു വിരുദ്ധത പറയാമോ, എന്തൊക്കെ ഹിന്ദു വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കാമോ. അപ്പോൾ എന്തുകൊണ്ടാണ് UPA ഗവൺമെൻറ്റിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്? അത്രമാത്രം ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ അഴിമതിയിൽ മുങ്ങിയിരുന്നു. ഹൈന്ദവ സമൂഹത്തെ അത്രമാത്രം കുത്തി നോവിപ്പിച്ചു. കേട്ടുപരിചയമില്ലാത്ത കാവ്യ ഭീകരത എന്നൊരു വാക്ക് അവർ കൊണ്ടുവച്ചു. ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരത കൊണ്ട് നട്ടം തിരിയുമ്പോൾ ഇവിടുത്തെ UPA ഗവൺമെൻറ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കാവ്യ ഭീകരതയെ പറ്റിയായിരുന്നു. പിന്നെ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീകരത കുറയ്ക്കാൻ, വർഗീയ കലാപങ്ങൾ കുറയ്ക്കാൻ ഹിന്ദുവിനെ അനങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നിയമം പശ്ചാത്തലത്തിൽ തയ്യാറാക്കി വെച്ചു. മതം മാറി ചെന്ന പട്ടികജാതിക്കാരുടെ ആനുകൂല്യം, മതം മാറിയ ക്രിസ്ത്യാനികൾക്ക് പട്ടികജാതിക്കാരുടെ ആനുകൂല്യം കൊടുക്കാനുള്ള രംഗനാഥൻ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് വെച്ചു. രാഷ്ട്രത്തിൻ്റെ നിയമം പിന്നെ ഒരു വിഭാഗത്തിനായി സമ്പത്ത് ഒരു വിഭാഗത്തിനായി ഒഴുക്കി കൊടുക്കേണ്ട സച്ചാർ കമ്മീഷൻ. ഇങ്ങനെ കുതിമതിയും കെട്ടപ്പോഴാണ് ഒരു ഭരണമാറ്റം ഭാരതത്തിൽ നടന്നത്. ആ ഭരണമാറ്റത്തെ ഹിന്ദു ഐക്യവേദിയും പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും എല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുള്ളൂ. ഒരു ഭരിക്കുന്ന രാഷ്ട്രത്തിൽ ബിഷപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊല്ലാക്ക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്യാസി ഉണ്ടെങ്കിൽ, ഭരിക്കുന്ന ഭരണാധിപതി ഇവർക്കൊക്കെ ഒന്നാം. അവർക്ക് അവരുടെ ഭാഗത്ത് നന്മകളുണ്ടെങ്കിൽ അതിനെ കാണണം, അവർക്ക് നിയമപരമായ സംരക്ഷണം കൊടുക്കണം, അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. അവർ തെറ്റ് ചെയ്താൽ ഒരു മടിയും കൂടാതെ പൂട്ടുകയും വേണം. അല്ലാതെ ഞങ്ങൾ ഹിന്ദു ആഭിമുഖ്യമുള്ളവരാണ്, അതുകൊണ്ട് ബിഷപ്പുമാർ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നോ മൊല്ലാക്കന്മാർ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നോ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കില്ല. ഒന്നാമത് അത് ഭാരതത്തിൻ്റെ രീതിയുമല്ല. പാകിസ്ഥാനിലാണെങ്കിൽ മതം മാറ്റി അപ്പോൾ പണി കഴിയും, അല്ലെങ്കിൽ മതപ്രചരണം നടത്തിയാൽ മതി. അതല്ലല്ലോ നമുക്ക്. അതുകൊണ്ട് അവരെയൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ പൂട്ടേണ്ടിടത്തൊക്കെ പൂട്ടണം. അതല്ലാതെ വ്യക്തിപരമായോ അല്ലെങ്കിൽ അവരോടൊരു വൈരാഗ്യത്തോടു കൂടിയോ ഒരിക്കലും പെരുമാറാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ അനുഭാവപൂർവ്വം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ബിഷപ്പ് പാർട്ടിയാണ് എന്ന് പറയാൻ സാധ്യമല്ല. ബിഷപ്പുമാരെ കൂടി, കാരണം ഭാരതത്തിന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി സംശയിക്കാനില്ല, അത് ഇസ്ലാമിക ഭീകരതയാണ്. അതിനുവേണ്ടി പലരും ഒരുമിക്കേണ്ടി വരും, കൈകോർത്ത് പിടിക്കേണ്ടി വരും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ കൈകോർക്കലിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അത് ഇഷ്യൂ ബേസ്ഡാണ്. മതം മാറ്റം വരുമ്പോൾ ഇവരെ എതിർക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യം ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു ക്രിസ്ത്യാനി മതം മാറ്റുന്നതിനെ എതിർക്കുന്നതോടൊപ്പം ഇസ്ലാമിക ഭീകരതയെ എതിർക്കാൻ കൈകോർക്കാൻ തയ്യാറാണെങ്കിൽ ആ കൈവാങ്ങിക്കാൻ ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇന്നത്തെ ഭാരതത്തിൻ്റെ ഒരു ഏറ്റവും ആവശ്യമുള്ളൊരവസ്ഥയാണത്. അത് ഇസ്ലാമിക സമൂഹം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിക ഭീകരത ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ മാനസികമായി ആ കൈ കൊടുക്കലിന് തയ്യാറായേ പറ്റുള്ളൂ. അത് പുരോഹിതന്മാരെ എന്തൊക്കെ വളച്ചൊടിച്ചാലും അവരുടെ രാഷ്ട്രീയം പറഞ്ഞാലും ക്രൈസ്തവ സമൂഹം ഒപ്പം നിൽക്കും. പുരോഹിതന്മാർക്ക് ചിലപ്പോൾ മറ്റു വല്ല ലക്ഷ്യങ്ങളുണ്ടാകും, ക്രൈസ്തവ സമൂഹം ഒപ്പം നിൽക്കും. ആ ഒപ്പം നിർത്തുന്നതിനെ നമുക്കൊരിക്കലും അതുകൊണ്ടൊരു ബിഷപ്പ് ജനതാ പാർട്ടിയാണ് എന്ന് പറയാൻ സാധ്യമല്ല. അതായത് ഇപ്പോൾ BJPയുടെ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക ഭീകരതയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്രൈസ്തവ ഭീകരത. അതെ, ക്രൈസ്തവ ഭീകരത ഒരു പക്ഷേ ഒരു മാവോയിസ്റ്റ് ഭീകരതയ്ക്കൊക്കെ പിന്തുണ കൊടുക്കുന്ന ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ ഭീകരത അനുഭവപ്പെടും. ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധമുണ്ട്. ഈ മാവോയിസ്റ്റുകളും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. കാരണം അത് ആ ലിങ്ക് നമുക്ക് മനസ്സിലാവണം. എന്താ വെച്ചാൽ ഈ പാവപ്പെട്ട വനവാസികൾക്ക് സർക്കാർ സഹായം എത്തിക്കുന്നത് മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് തടയുകയും എന്നിട്ട് മതം പോയിട്ട് അവിടെ പോയി സഹായം കൊടുത്തിട്ട് മതം മാറ്റുകയും ചെയ്യുകയാണ്. സർക്കാർ സഹായം എത്തിയാൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു പങ്ക് മാവോയിസ്റ്റുകൾക്കും കിട്ടുന്നുണ്ട്. സർക്കാർ സഹായം അവിടെ എത്തുന്നത് തടയുന്നു. അപ്പോൾ സ്വാഭാവികമായി പട്ടിണിയാവും. ഈ പട്ടിണിയിൽ ഇവർ കൊണ്ട് കൊടുക്കുന്ന അരിയോ പയറോ പാൽപ്പൊടിയോ വാങ്ങിക്കാൻ അവർ നിർബന്ധിതമാവുകയും അവരെ അവരുടെ പൈതൃക മതത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഭാഗത്തെ എതിർക്കണം. പക്ഷേ അതിനേക്കാൾ ഭീകരമായി ഇപ്പുറത്ത് ഇസ്ലാമിക ഭീകരതയുടെ വിഷയം വരുമ്പോൾ പരസ്പരം കൈകോർക്കാൻ തയ്യാറായില്ലെങ്കിൽ
എല്ലാ സമൂഹത്തിൻ്റെയും നിലനിൽപ്പ് അപകടത്തിലാകും. അതിൽ കൈകയറാൻ ഈ സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ വരെ തയ്യാറാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം താലിബാൻ ഭരണം മുസ്ലിമിന് നല്ലതൊന്നും ചെയ്തിട്ടില്ല. മതം കാരണം അവിടുത്തെ സ്ത്രീകളുടെ കാര്യങ്ങളുടെ മുന്നേറ്റത്തിനൊക്കെ തടസ്സം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അവരും ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലൊരു മതമൗലികത. അത് ആഗ്രഹിക്കാത്ത ആളുകൾ അവർക്കും ശരിക്കും പറഞ്ഞാൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. ഓക്കെ ടീച്ചർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, രാജീവ് ചന്ദ്രശേഖരൻ ഛത്തീസ്ഗഡിൽ പോയി 2 3 കന്യാസ്ത്രീമാരെ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ ജാമ്യമില്ലാ കുറ്റത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവർ രണ്ടുപേരും പുട്ടുപോലെ അല്ലെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇത് ഈ മതപരിവർത്തനത്തിന് അനുകൂലമായിട്ടുള്ള നടപടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? അത് എന്താണ് എൻ്റെ പിന്നിൽ? കാരണം അത്തരം കാര്യങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് മതം മാറ്റത്തിനും തീവ്രവാദത്തിനും ആളുകളെ കയറ്റി അയക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അത് ഹിന്ദു ഐക്യവേദി വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പിന്തുണച്ച എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ എതിർത്തിട്ടുമുണ്ട്. അവിടുത്തെ നിയമം അനുസരിച്ച് നടക്കട്ടെ. അവിടെ പോയി സഹായത്തിനല്ല ഇവർ പോയത്, മതം മാറ്റാൻ തന്നെയാണ് പോയത്. അവിടെ ഇപ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് തടഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരു അർത്ഥമില്ല. കാരണം അവർ ക്രിസ്ത്യാനികളല്ല. അവരുടെ പൈതൃകമായ ആരാധനാ രീതികൾ നടന്നിരുന്നിടത്താണ് പോയിട്ട് ഇവരെ ക്രിസ്ത്യാനിയാക്കുകയും അവരുടെ അമ്പലങ്ങളിൽ പോയി ക്രിസ്മസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നിടത്താണ് പ്രശ്നം ഉണ്ടാവുന്നത്. അല്ലാതെ ഇവിടെ 100 കണക്കിന് പള്ളികളില്ലേ, ഒന്നും ആരും ആക്രമിച്ചിട്ടില്ലല്ലോ. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളില്ലേ, അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലേ, അവിടെയൊന്നും പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഭാരതത്തിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറായിട്ട് കേരളത്തിൽ നിന്ന് ആളെ കയറ്റി വിടരുത്. അതിൻ്റെ അണുക്കളായിട്ട് അത് മതം മാറ്റാനാണെങ്കിലും മതഭീകരവാദത്തിനാണെങ്കിലും അത് ഇവിടെ തടയാൻ സാധിക്കണം. ഇപ്പം നമ്മൾ മാനം കെടുകയാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? ഒരു മലയാളിക്ക് ജോലി കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലേ? കാരണം ഒന്നുമില്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിക്കുക, അതല്ലെങ്കിൽ സഹായിച്ച് കല്യാണം കഴിക്കുക. അപ്പോൾ അവർ കാണുന്നത്, മലയാളിയെ കാണുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലാണ്. കുറച്ച് കഴിഞ്ഞാൽ മലയാളിയെ ചിലപ്പോൾ ആട്ടി അവിടുന്ന് പുറത്തേക്ക് ആക്കുക, അല്ലെങ്കിൽ ജോലി കെടുക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യം. ഇത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിനല്ല പറയുന്നത്, അന്ന് അത്തരം കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ എതിർക്കാൻ നിന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ തുറന്നു കാണിച്ചിട്ടുണ്ട്.